റോബിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank the Lord for this wonderful morning. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ ദൈവജനവുമായി നിൽക്കുവാൻ ദൈവം അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for this opportunity that He gave, that I can preach the word to you. കഴിഞ്ഞ വർഷം ഇതേ ഹോളിൽ വെച്ച് നടന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസം ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. Last year, God gave me an opportunity to preach in the first meeting of this fasting prayer in this church. അതിനുശേഷമുള്ള മീറ്റിങ്ങുകളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു എന്ന് അറിയുവാനിടയായി. Do you do it? ചെയ്യാറുണ്ടോ? If you do it, I would like you to do it. That's why I called you. Release yourself. അതിനുശേഷമുള്ള മീറ്റിങ്ങുകളൊക്കെ അനുഗ്രഹമായി എന്ന് എനിക്ക് കേൾക്കുവാനിടയായി. After that, I heard all the meetings after that was good. പ്രത്യേകിച്ചും ഞാൻ വളരെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ഷിജു അവറുകൾ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. Shiju is a person I love as my own brother. പലപ്പോഴും ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷവും ഞങ്ങൾ തമ്മിൽ ടെലിഫോണിലൂടെ കാര്യങ്ങളൊക്കെ തിരക്കുകയും തമ്മിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. We talk to one another. Even when I am in India, we pray together and I ask about the church. അനുഗ്രഹമായി സന്തോഷമായി പോകുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. Thank the Lord that you are going in a blessed way. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God for all the men of God here. ബഹുമാനപ്പെട്ട പാസ്റ്റർ ബോബി അവറുകൾ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ ദൈവം ഇടയാക്കിയല്ലോ. I'm happy to see Pastor Robbie again. I'm sorry. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന, വളരെ ബഹുമാനിക്കുന്ന, ക്രിസ്തുവിൽ എൻ്റെ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന പാസ്റ്റർ ഷാജി ഇടുക്കി അവറുകൾ ഒരുമിച്ച് അമേരിക്കയിൽ ദൈവസേനയിലായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. Also, I'm very happy to be with brother Pastor Shaji Idiki today. ഇന്നലെ ബഹുമാനപ്പെട്ട പാസ്റ്റർ എം.എ. വർഗീസ് അവറുകൾ വയന സംസാരിച്ചു. Yesterday, Pastor M.A. Varghese was with you. ഇന്ന് രാത്രി മുതൽ ചില ദിവസങ്ങൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഷാജി ഇടുക്കി അവറുകൾ ശുശ്രൂഷിക്കും. From tonight, Pastor Shaji Idiki will be ministering to ഇന്ന് you. പകൽ ഞാൻ നിൽക്കുന്നത് 2 വെടിക്കെട്ടിന്റെ നടുവിലാണ്. Tonight, I'm standing between 2 fire of God. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ I pray that പ്രാർത്ഥിക്കുന്നു. both these men of God will be really beneficial to you. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഷാജി അവറുകൾ കുടുംബമായി ദേശത്ത് എത്തിയെന്നറിഞ്ഞതിൽ. So happy Pastor Shaji and his family can be in the US now. എല്ലാവരെയും ഇന്ന് പകൽ ദൈവം അനുഗ്രഹിക്കട്ടെ. May the Lord bless each one of you. വചന ശുശ്രൂഷയ്ക്കായി തുറന്നുള്ള സമയം ഞാൻ ചിലവിടുവാനാണ് ആഗ്രഹിക്കുന്നത്. Decide to spend time for ministering the word of God. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ വന്ന് ശുശ്രൂഷിച്ചു, പക്ഷെങ്കിൽ അത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഒരിക്കലും വിചാരിച്ചില്ല. Last time when I came and ministered, I never thought that this will be recorded and will be put in YouTube. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ പലരും വിളിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ സംഭവം അറിയുന്നത്. When I went home, many people called me and told me. That's how I came to know about നിങ്ങൾ it. ചെയ്യുന്ന നല്ല ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God for that ministry also. ദൈവദാസൻ മുഖവരിയിൽ ചില കാര്യങ്ങൾ വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. The man of God told us some things very powerfully this morning. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയും ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രത്യേകമായ കാര്യങ്ങൾ. Some of those things we need to know in this time. ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള് പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായി വരും. Now it is true that servants of God have to go through adverse situations in their life. പൗലോസ് പറയുന്ന ഒരു വാക്യ ദിവസങ്ങൾ എന്നെ വളരെ ബലപ്പെടുത്തിയിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്. Paul has spoken a word which has made me very happy and strengthened me. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിനും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. Amen. 2 Corinthians 6:3, so that there will be no offense against us. In everything we prepare ourselves. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ We bring ourselves to the presence of God so that there is no harm for the ministry. ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരും ദൈവമക്കളും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ക്രമീകരിച്ചാൽ ശുശ്രൂഷ വളരും, സഭ വളരും. Amen. If the man of God and all the other people prepare themselves according to the word of God, then the church will grow, things will change. താഴോട്ടുള്ള വാക്യങ്ങളിൽ ഒത്തിരി ജീവിതത്തിൽ സംഭവിക്കാവുന്ന പൗലോസിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും
അതിനെ എല്ലാം ആസ്പദമാക്കി പറയുന്നു, ഇതിന്റെ നടുവിലും ശുശ്രൂഷയ്ക്ക് ദോഷം വരുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Paul said, even if we have gone through all these difficulties, still we will do everything to make sure that the ministry goes well. ദൈവദാസന്മാർക്ക് ഒത്തിരി പരിമിതികളുണ്ട്. Yes, it is true that servants of God have limitations. ദൈവദാസൻ പറഞ്ഞതുപോലെ ഇന്നിന്റെ കാലഘട്ടത്തിൽ ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ കണ്ടുകിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. As we heard, it's very difficult to find a group of people who will unconditionally stand with the man of God. ഞാൻ മോശയുടെ ശുശ്രൂഷയെ പറ്റി പഠിച്ചപ്പോൾ, When I studied the ministry of Moses, ഒരിക്കൽ മോശ യോശുവയെ വിളിച്ചു പറഞ്ഞു, യോശുവേ, അമാലേക്യ മല്ലന്മാർ നമ്മളോട് യുദ്ധത്തിന് വന്നിരിക്കുന്നു. Moses told Joshua, the Amalekites have come to battle against us. നീ ജനത്തെ തിരഞ്ഞെടുത്ത് അവരോട് യുദ്ധം ചെയ്യണം. You should select the people and war against the Amalekites. ഞാൻ നാളെ വടിയുമായി പർവ്വതത്തിൽ കയറും. I will be going to pray in the mountain. ആ വടി എൻ്റെ കയ്യിൽ പിടിച്ച് എൻ്റെ കരം ഞാൻ ഉയർത്തിപ്പിടിക്കും. I will lift my hands with that stick. എൻ്റെ കൈ ഉയർന്നിരുന്നാൽ ഇസ്രായേൽ ജയിക്കും. If my hands are lifted up, Israel will win. എൻ്റെ കൈ താന്നാൽ അമാലേക്കർ ജയിക്കും. If my hands are come down, the Amalekites will lose. യോശുവ മോശ പറഞ്ഞ പ്രകാരം യുദ്ധത്തിനായി കടന്നുപോയി. Joshua went forward in battle. യുദ്ധം ആരംഭിച്ചു. The battle began. മോശ മുകളിൽ കയറി പറഞ്ഞതും പ്രകാരം വടിയും ഉയർത്തിപ്പിടിച്ച് കരം ഉയർത്തിപ്പിടിച്ചു നിന്നു. Moses kept his word. He kept the stick up in his hand. എന്നാൽ എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ഭാഗം അവിടെ ഉള്ളത്. There is a place that has made me very happy. പർവ്വതത്തിലേക്ക് മോശ കയറി പോകുന്നു എന്നറിഞ്ഞപ്പോൾ കൂടെ കയറാൻ രണ്ട് സഹോദരന്മാർ തയ്യാറായി. When they knew that Moses was going up, I heard that there were two brothers who went with him. ദൈവമക്കളെ, ഒത്തിരി പേരൊന്നും നമ്മുടെ കൂടില്ലെങ്കിലും ദൈവദാസനെ 2 പേരുണ്ടോ ദൈവസഭ വളരും. If there are just 2 people to stand with you, the church will grow. അവർ മോശയുടെ കൂടെ കയറി. They also went up with Moses. മുകളിൽ ചെന്നു. They went up. മോശ കൈ ഉയർത്തിപ്പിടിച്ചു നിന്നു. Moses lifted up his hand and stood there. മാനുഷികമായിട്ടുള്ള കരമല്ലേ മോശയുടെ കൈക്ക് ഭാരം തോന്നി. But Moses began to bring his hand down കൈ because താഴുമെന്നായി. he was about to come down. അവർ ആ ഒരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്നാൽ ഉപദേശിയുടെ കൈ താന്നതുകൊണ്ട് വേണേൽ ഉപദേശി 21 ഇരിക്കട്ടെ, വേണമെങ്കിൽ ഉപദേശി 14 ഇരിക്കട്ടെ എന്നുള്ള ചിന്തയിലല്ല ദൈവദാസന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവർ എന്നൊരു വാക്ക് അവിടെ കാണുന്നത്. We see a word we read it there. അവർ ഒരു കല്ലെടുത്ത് വെച്ചു കൊടുത്തു. They took a stone and kept it there. മോശയോട് ഇരിക്കാൻ പറഞ്ഞു. Told Moses to sit down. മോശ ആ കല്ലേൽ ഇരുന്നു. Moses sat on that. അന്നേരം കൈ ഉയർന്നിരിക്കുകയാ. Even then his hands were lifted up. കുറച്ചുകൂടെ കഴിഞ്ഞു. After some time, ആ കൈ താഴുമെന്ന മട്ടായി. when it was about to fall down, വേദനയോടെ നിറഞ്ഞ വേദനയായി. he was beginning to feel ഇത് pain. മനസ്സിലാക്കിയ സഹോദരന്മാർ, When the brothers understood this, അഹരോനും ഹൂരും, Aaron and Hur. അഹരോൻ ഒരു കൈക്ക് ഇങ്ങനെ താങ്ങി. Aaron took one hand. ഹൂര് മറ്റേ കൈക്കും താങ്ങി. Hur took the other hand. ഈ 2 പേരും മോശയുടെ കൈക്ക് താങ്ങിയത് കൊണ്ട്, ഒരു തണലായി നിന്നതുകൊണ്ട് മോശയുടെ കൈ ഉയർന്നിരുന്നു. ഇസ്രായേൽ ജയിച്ചു, അമാലേക്കർ തോറ്റു. Moses was sustained in that position of prayer and Israel won. മനസ്സിലാക്കണേ, ഒരൊറ്റ സെക്കൻഡ് മതി മോശയുടെ കൈ താഴുവാൻ. Please remember, 1 second is enough for Moses' hand to come down. മോശയുടെ കൈ താന്നാൽ ഇസ്രായേൽ പരാജയപ്പെടും. If Moses' hands come down, then Israel will എന്നാൽ ഇത് മനസ്സിലാക്കിയ കൃപപ്രാപിച്ച സഹോദരന്മാർ ദൈവദാസന്റെ താഴ്ചയിൽ തന്നെ താങ്ങുവാൻ തയ്യാറായി. So these 2 brothers were willing to support the man of God in his weakness. ഇസ്രായേൽ ജയിച്ചു. Israel won. യുദ്ധമൊക്കെ കഴിഞ്ഞു. The battle is over. നിങ്ങൾ എല്ലാവരെയും ഒന്ന് വിളിച്ചു വരുത്തി അവരോടൊരു കാര്യം ചോദിച്ചേ. You call everybody and ask them a question. മോശേ, Moses, നിന്റെ മിടുക്ക് കൊണ്ടാണോ യുദ്ധം ജയിച്ചത്? did you win the battle because of your ability? നിന്റെ കഴിവ് കൊണ്ടാണോ? Is it because of your expertise? നിനക്ക് ദേശത്തുള്ള സ്വാധീനം കൊണ്ടാണോ? Is it because of the influence in the land? അല്ല, നീ കരമുയർത്തിയപ്പോഴും പകരം യുദ്ധം ചെയ്യുവാൻ ഒരു യോശുവ ഉണ്ടായിരുന്നോണ്ടാ. It is because God had provided a Joshua to lift your hands up. യോശുവേ, നിന്റെ യുദ്ധം കൊണ്ടാണോ ഇസ്രായേൽ ജയിച്ചത്? Joshua, did the Israel win because of your ability? അല്ല, നീ യുദ്ധം ചെയ്തപ്പോൾ കരമുയർത്തുവാൻ ഒരു മോശ ഉണ്ടായിരുന്നോണ്ടാ. There was a Moses to lift up his hands when you were battling. മോശയെ, നിന്റെ മിടുക്ക് കൊണ്ടാണോ കരമുയർന്നിരുന്നത്? Moses, was it because of your expertise that the hand was നോ, നിന്റെ കരം എന്നേ താഴുമായിരുന്നു. Your hand would have gone down a long time. എന്നാൽ നിന്റെ കരത്തെ താങ്ങുവാൻ ഒരഹരോനും ഒരു ഹൂരും നിന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാ. Remember, there is an Aaron and an Hur because of them. അങ്ങനെങ്കിൽ ദേശത്ത് ഇസ്രായേലിൽ അമാലേക്യ മല്ലന്മാരുടെ മേൽ ജയിച്ച വിജയത്തിന്റെ പിൻപിൽ മോശയ്ക്ക് ഒരു ക്രെഡിറ്റും പറയുവാനില്ല, യോശുവയ്ക്ക് എടുത്തു പറയുവാനില്ല, സഹോദരന്മാർക്കും പറയുവാനില്ല. അവിടെ ഒന്നിച്ചുള്ള കൂട്ടായ്മയുടെ ഫലമാ ദേശത്തെ വിടുതൽ എന്ന് പറഞ്ഞത്. It was the fellowship, it is the love, it is the unity that brought the victory. ഈ ദിവസങ്ങളിൽ
പലയിടത്തും ഞങ്ങൾ ശുശ്രൂഷകന്മാരാണല്ലോ, ഞങ്ങൾ കാണാറുള്ള കാര്യമുള്ളത് കൈ തളരുമ്പോൾ ഒത്തിരി താങ്ങ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. We have experience when our hands go down, we get negative reactions. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവദാസനിൽ കുറവില്ലെന്ന് പറയുന്നില്ല. We never say that the man of God is ആരും പെർഫെക്റ്റ് അല്ല പ്രിയപ്പെട്ടവരെ. Nobody is perfect. ദൈവദാസന്റെ താഴ്ചയിൽ അവരെ താങ്ങുവാൻ മനസ്സുള്ള ഒരു കൂട്ടം ദൈവമക്കൾ ദൈവസഭയ്ക്കകത്തുണ്ടാവണം. In the church of God, let there be a group of people who always support the pastor. നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ ഈ സഭയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. If we all stand together in the Lord, nothing can happen to the church. നിങ്ങൾ ഒരു വിറകെടുത്തോണ്ട് വന്ന് ഒറ്റ ചവിട്ട് കൊടുക്കാമെങ്കിൽ അത് ഒടിയും. If you take a stick and give it one break, it will break. അങ്ങനെ 10 വിറക് കൊണ്ടെന്ന് ഓരോ പ്രാവശ്യം ചവിട്ടിയാൽ ഒടിയും. If you bring 10 times these things, it will still happen. എന്നാൽ 10 കൂടെ കൂട്ടി കെട്ടിയിട്ട് ചവിട്ടി നോക്കിക്ക് ഈ ആയുസ് മുഴുവൻ ചവിട്ടിയാലും ഒടിയത്തില്ല. But if you bind them together and stamp on it, it will not break. ഈ ദിവസങ്ങളിൽ ദൈവസഭ ഒന്നിച്ച് നിന്നാൽ, If the church is together, ദൈവമക്കൾ ഒന്നിച്ച് നിന്നാൽ, the children of God are together, ഒരു അന്ധകാര ശക്തിക്ക് ദൈവസഭയെ തൊടുവാൻ കഴിയുകയില്ല. no demonic strength can touch the ഒരു church of God. ശത്രുവിന്റെ പോരാട്ടം എന്ന വാക്കിനും നമ്മളെ തൊടുവാൻ കഴിയുകയില്ലെന്ന്. No battle of the enemy can ever touch you. ഈ ദിവസങ്ങളിൽ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. Let us be in the grace of God. ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് വാഞ്ചിക്കാം. Let us desire for more of His ഒരു പുതിയ grace. അഭിഷേകത്തിന്റെ ശക്തി ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവാത്മാവ് പകരട്ടെ. Let the Holy Spirit bring more of His anointing. ദൈവദാസന്മാരെ പുതിയ അനോയിന്റാൽ ദൈവം നിറയ്ക്കട്ടെ. Let God anoint the servants of God. ഒരു പുതിയ കൃപയാൽ ദൈവദാസന്മാർ പുറത്തു വരട്ടെ. Let new grace, let the people of God ഉപവാസ come out. പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവട്ടെ. After the fasting, let there be change on your face. തുടക്കത്തിലെ മുഖത്തിന്റെ ഭാവമല്ല, 21 ദിവസം കഴിയുമ്പോൾ ആത്മാവിന്റെ ഒരു ശോഭ തന്നെ നിങ്ങളുടെ മുഖത്ത് വ്യാപരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. May you give yourself to the Lord so that at the end of 21-day fasting, your face will change. ആത്മാവിൽ ബലപ്പെട്ട് പുറത്തു പോകുന്നതിന് മുഖം കാണുമ്പോൾ ദേശം തിരിച്ചറിയണം. The one who is going out after being strengthened in the ഇതിന്റെ Spirit, അകത്ത് വെളിപ്പെട്ട ദൈവകൃപയുടെ ശക്തി പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് ജനം വായിച്ചറിയണം. people should see the change that has happened to you after the fasting. നിങ്ങളുടെ സ്വഭാവത്തിൽ അത് തിരിച്ചറിയണം. It should be seen in our character. സംസാരത്തിൽ അത് തിരിച്ചറിയണം. It is seen in our ability to talk. അഭിഷേകത്തിന്റെ പുതിയ മണ്ഡലത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ പഴയ സംസാരത്തിന് മാറ്റമുണ്ടാവണം. If you move into the anointing, the old way of talking, പഴയ ആരാധനയ്ക്ക് മാറ്റമുണ്ടാവണം. the old worship changes, പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ടാവണം. prayer changes. ഇന്നലെ വരെ ഒത്തിരി പ്രാർത്ഥിച്ചെങ്കിൽ പുതിയ കൃപയോടെ നീ ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞാൽ നിന്റെ മുൻപാകെ ശത്രു മുട്ടുമടക്കണം. Instead of a lot of prayer, one hallelujah should break the devil. അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറഞ്ഞു വേണം ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി പോകുവാൻ. After the fasting, we should all be filled with more of His Spirit. ഈ ദിവസങ്ങളിൽ ദൈവകൃപയ്ക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us give ourselves to the grace of the ഇന്ന് Lord. രാത്രിയിലത്തെ ഇന്ന് പകലത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി For our meditation this morning, യെശയ്യാ പ്രവചനം 14 അധ്യായം 27 വാക്യം ഒന്ന് വായിച്ചാട്ടെ. Isaiah 14:27. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊപ്പമായിരിക്കും എനിക്ക് അവസരം തന്നു. God gave me an opportunity to be with you one more time. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മടങ്ങി പോവുകയാണ്. In the afternoon, I have to go back to another ഇന്ന് place. പകലും ഇന്ന് വൈകിട്ടും ശുശ്രൂഷിക്കണമെന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞുവെങ്കിലും Though I was told to speak in the morning and the ഈവനിങ് ടൈമിൽ afternoon, എനിക്ക് ടൈം അവൈലബിൾ അല്ലാഞ്ഞതിനാൽ ഞാൻ ആ കാര്യത്തിൽ എക്സ്ക്യൂസ് എടുക്കുകയുണ്ടായി. I had taken an excuse not to speak in the evening. ബഹുമാനപ്പെട്ട ദൈവദാസൻ വൈകിട്ട് മുതൽ നമ്മുടെ നടുവിലുണ്ടല്ലോ. God has provided Pastor Shaji Idukki to be with us. ദൈവം നാളെ മുതൽ ഞാൻ ടെന്നസിയുടെ പ്രദേശത്തെ ആയിരിക്കും. I'll be in Tennessee from tomorrow. അതിനുശേഷം ഞാൻ അറ്റ്ലാന്റയിലേക്ക് കടന്നു പോകും. Then I'll go to Atlanta. ചില ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗുകൾക്ക് ശേഷം ദൈവം വരുന്ന മാസം ഫസ്റ്റ് വീക്കിൽ മടങ്ങി നാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. I'll go back in the first week of October after some meetings. ഞാൻ നോക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം 2 മാസത്തോളം ഈ ദേശത്തായിരിക്കും ദൈവം എനിക്ക് അവസരം തന്നു. God gave me about for almost 2 months to be in America. 2-3 മീറ്റിംഗുകൾ നിങ്ങളുമായിട്ട് ഒരുമിച്ചായിരിക്കും ദൈവം എനിക്ക് അവസരം 2-3 തന്നു. meetings we were together. ഒത്തിരി സന്തോഷമായി, ഒത്തിരി അനുഗ്രഹമായിരുന്നു. I was very blessed. ഞാൻ ഒത്തിരി സഭകളിൽ ശുശ്രൂഷിക്കുമെങ്കിലും Though I minister in many churches, ഈ ഫിലഡൽഫിയയിലെ റിവൈവൽ ചർച്ചിനെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. I can never forget the revival church here in ഒരു Philadelphia. ആത്മീക സന്തോഷമുണ്ട് ഇവിടെ കടന്നു വരുമ്പോൾ. There is a spiritual happiness here. ദൈവം നിങ്ങളെ ധാരാളമായി May God അനുഗ്രഹിക്കട്ടെ. bless you. വായിച്ച വേദഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കട്ടെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആര്? The Lord of hosts has declared, who can de-strengthen it? യഹോവ കരം നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആര്?
The Lord has extended his hand. Who can draw it back? ഇന്ന് പകൽ കരമുയർത്തിയ വാക്യത്തിന്മേൽ ഒരു ഉറപ്പ് വരുത്തുവാൻ കഴിയുമോ? Can we lift our hands and say thank you, Lord? എത്ര പേർക്ക് ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്നെ പറ്റി ദൈവത്തിന് ഒരു നിർണയമുണ്ട്, ആ നിർണയത്തെ ദുർബലമാക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല? How many people can say God has planned something for me? No strength can stop ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഉയരത്തിലെ കരം സ്വർഗം നീട്ടിയിരിക്കുകയാ, അതിനെ മടക്കി കളയുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയുകയില്ല. No devil can stand against the purpose of God in my life. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി നാം തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ. These days we know the plan of God distinctly. ദൈവമക്കളെ, ഒരു ദൈവിക പദ്ധതിയും ഇല്ലാതല്ല നാം ജനിച്ചത്. We were not born without any godly program. നാം പിറന്നു വീഴുന്നതിന് മുൻപേ നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം ദൈവം കുറിച്ച് വെച്ചിരിക്കുകയാണ്. Even before we were born, God had planned the purpose of our life. അങ്ങനെയെങ്കിൽ ഒരു ദേശം മുഴുവൻ നിനക്കെതിരെ എഴുന്നേറ്റാലും, ഒരു കൂട്ടം മുഴുവൻ നിനക്കെതിരെ കരം കോർത്താലും, ദൈവം നീ ജനിക്കുന്നതിന് മുൻപേ ഒരുക്കി വെച്ച ആ പദ്ധതിയെ തകർത്ത് കളയുവാൻ ആ ശക്തിക്ക് കഴിയുകയില്ല. Precious child of God, even if a whole nation goes against you, even if the devil goes against you, what God has planned for you will not change. മോശ ജനിക്കുന്നതിന് മുൻപേ മോശയെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. Moses had a purpose for God. God had a purpose for Moses before he was born. മോശയിലൂടെ ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God had a plan to do some ministry through Moses. എന്നാൽ ഇത് ശത്രുവിന് മനസ്സിലായി. The devil understood this. ജനനം മുതലേ ശത്രു ഒന്ന് പൊരുതി. From his beginning, the devil began നമുക്ക് to fight. ഭാഗമൊക്കെ അറിയാം. We know that part. ഇന്ന് രണ്ടാമത്തെ ഭാഗമായി ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. Today I desire to minister from the second part. എന്നാൽ ആദ്യത്തെ ഭാഗത്തു നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കട്ടെ. Let me tell you a couple of things from the first part. ജനിച്ചു വീണ നിമിഷം മുതൽ മോശയെ തകർക്കുവാൻ ശത്രു പദ്ധതി ഇട്ടു. From the day Moses was born, the devil planned to destroy. ഒരു ആജ്ഞ ദേശത്ത് പുറപ്പെടുവിച്ചു. A commandment was given in the land. കൊട്ടാരത്തിൽ നിന്നും ആജ്ഞ പുറത്തു വന്നു. കൊട്ടാരത്തിൽ നിന്നും ആജ്ഞ പുറത്തു വന്നു. The commandment came out of the palace. ആജ്ഞ കേട്ട കുടുംബങ്ങളെല്ലാം ഭയക്കുവാൻ തുടങ്ങി. All the families began to be terrified. ഫാമിലി വേയിലായിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഭയക്കുവാൻ തുടങ്ങി. All the pregnant women and their family began to be scared. കുഞ്ഞുങ്ങൾ ജനിച്ച ഭവനങ്ങളൊക്കെ വിറയ്ക്കുവാൻ തുടങ്ങി. All the families of children began to be struggling. ഈ ആജ്ഞ പുറത്തു വന്നതിന് ശേഷമായി നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ആജ്ഞ അതിന്റെ ഉത്തരവ് പുറത്തു കൊണ്ടുവരുവാൻ, ആ പ്രവൃത്തി ചെയ്യുവാൻ പോലീസുകാർ ഓരോ വീടിന്റെ മുൻപിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. The army was going between different houses to execute the order. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വാതിൽ മുട്ടും, കതവ് തുറക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് തിരക്കി ആജ്ഞപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാ. They would go and knock at the door. They will open, find out what the baby is, and kill those babies. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും നൈൽ നദിയിലേക്ക് എടുത്തെറിയപ്പെടുകയാ. Each child was being thrown. ഓരോ ഭവനങ്ങളിലും നിലവിളികളുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാ. In every house there's a cry going up. വേദനിച്ച് ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളുടെ മരണം കണ്ടുകൊണ്ട് മാതാപിതാക്കൾ ഭവനങ്ങളിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, When the parents were crying because of the children. ഇന്ന് പകൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. Let me ask you a question. ജനിച്ചു വീണ മോശ കരഞ്ഞില്ലായിരുന്നോ? Did not Moses cry when he was born? എന്താ സംസാരിക്കാൻ വയ്യാത്ത നിലയിലാണോ മോശ ജനിച്ചു വീണത്? Was Moses in a situation that he could not cry? മോശ 3 മാസം കരയാതെ കിടക്കുമായിരുന്നോ? Moses, was he not crying for 3 months? ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം. Let me tell you in the spirit. മോശ കരയാഞ്ഞിട്ടല്ല, Not because Moses did മോശ not cry. നിലവിളിക്കാഞ്ഞിട്ടല്ല, Not because he did not cry. ഒരു പിഞ്ചു കുഞ്ഞെന്ന നിലയിൽ തീർച്ചയായും ജനിച്ചു വീണ നിമിഷം മുതൽ മോശ കരഞ്ഞിട്ടുണ്ട്. Moses did cry, definitely. പോലീസുകാർ അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ പടയാളികൾ ആ ഭവനത്തിന്റെ ദേശത്തിന്റെ മുൻപിൽ കൂടെ നടക്കാഞ്ഞിട്ടല്ല. Not because these people did not walk. പക്ഷേ മോശയെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട്, ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ മോശയുടെ കരച്ചിലിന്റെ ശബ്ദം പടയാളികളെ ചെവിയിൽ എത്തിക്കുവാൻ എന്റെ ദൈവം സമ്മതിച്ചില്ല. God was faithful that he did not allow the cry of Moses to be heard by the soldiers. അവരതിലെ എല്ലാ ഭവനങ്ങളിലെയും കരച്ചിൽ കേൾക്കുമ്പോൾ എന്തേ മോശയുടെ കരച്ചിൽ കേൾക്കാഞ്ഞത്? There were a lot of children crying. Why Moses alone was silent? ഇന്ന് പകൽ തിരിച്ചറിയണം, അതാ നമ്മെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി. That is what the protection of God, the plan of God for us. എന്റെ പ്രസംഗ ഭാഷയെ ഞാൻ ഇങ്ങനെ പറയാം. I'll say it. ഏത് കേൾവിയുള്ളവരെയും പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ചെകിടനാക്കുന്നവനായി എന്റെ സ്വർഗത്തിലെ കർത്താവ്. A person who prays, our heavenly Father protects them from such people. നിന്റെ കരച്ചിലിന്റെ ശബ്ദം ശത്രു പ്രൈസ് ദി ലോർഡ് നിന്നെ തകർക്കുന്നവരല്ല, നിന്നെ നമ്മളെ പറ്റി പദ്ധതി ഒരുക്കി വെച്ചവൻ കേട്ടുകൊണ്ടിരിക്കുകയാ.
The one who has planned for us is listening when the devil goes against us. മോശ കരഞ്ഞു, Moses cried, പക്ഷെ പടയാളികൾ കേട്ടില്ല. but the soldiers did not hear. പക്ഷെ മോശ കരഞ്ഞതിന്റെയും ആജ്ഞയുടെ മുൻപാകെ മോശയുടെ മാതാപിതാക്കൾ നിലവിളിച്ചതിന്റെയും അർത്ഥം ഉടയവന് മനസ്സിലായി. Why Moses cried, why his parents cried, Heavenly Father understood that. 3 മാസം കഴിഞ്ഞു. After 3 months, ഇനി ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. now we cannot hide him. നമുക്കറിയാം, മോശയെ ഒരു ഞാങ്ങണപ്പെട്ടിയിൽ കിടത്തി നൈൽ നദിയിൽ കൊണ്ടുവിട്ടു. You know, Moses was put in a basket, in a reed basket. അവിടുത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. Think of that circumstance. ആ ഞാങ്ങണപ്പെട്ടിക്കകത്ത് മോശ മുകളിലോട്ട് നോക്കി കരഞ്ഞുകൊണ്ട് കിടക്കുകയാ. In that basket also Moses is looking up and crying. ജീവനോടെ കിടക്കുകയാ. He's alive. എന്നാൽ ആ ഞാങ്ങണപ്പെട്ടിക്ക് ചുറ്റും വന്ന് നോക്കിക്കേ. Look around that basket. മോശയുടെ ചുറ്റും ജനിച്ച കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ അഴുകി ഈ ഞാങ്ങണപ്പെട്ടിയെ തട്ടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും കൂടെ ജനിച്ച ദൈവിക പദ്ധതി വെളിപ്പെടുത്തേണ്ട മോശയുടെ ശരീരത്തിന് ഒരു ദോഷവും വരാതെ വണ്ണം ജീവനോടെ സ്വർഗ്ഗത്തിലെ കർത്താവ് പരിപാലിച്ചു. Even when the dead bodies of the little babies all around him, God kept the life of Moses. കൂടെ ജനിച്ചവരുടെ ശവം ഒഴുകുമ്പോൾ The dead body of the one who was with him, ജീവനുള്ള ശരീരത്തോട് മോശ ആ ജലത്തിൽ കിടക്കുകയാ. Moses was still in the same അതാ place. ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. That is the plan of ഒരു God. സമൂഹം മുഴുവൻ മോശക്കെതിരെ എഴുന്നേറ്റാലും, Even if a whole community goes against Moses, ഒരു രാജ്യത്തിന്റെ നിയമം മുഴുവൻ മോശയുടെ ജനനത്തിന് തടസ്സമായാലും, even if a whole nation stand against his birth, മാനുഷികമായി നിയമങ്ങൾ പുറത്തു വന്നാലും, even if man-made commandments come out, ഈ നിയമങ്ങൾക്കൊന്നും മോശയുടെ ശുശ്രൂഷയെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. മോശയെ പറ്റിയുള്ള ദൈവിക പദ്ധതിയെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. none of these things could stop the plan of God in Moses' life. യഹോവ നിർണയിച്ചാൽ അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. If God has planned it, nobody can weaken his ഈ plan. ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ വന്നിരിക്കുന്ന വേദനയോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മളെ പറ്റിയുള്ള ദൈവിക പദ്ധതിയുടെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞാൽ നിനക്കെതിരെ ശത്രു കെട്ടിയിരിക്കുന്ന കോട്ടയുടെ വലിപ്പം ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. If you understand the strength of God, whatever is against you has no value. നിന്റെ മുൻപിൽ നിൽക്കുന്ന കോട്ടയെ കണ്ടുകൊണ്ട്, മലയെ കണ്ടുകൊണ്ട്, പ്രതിസന്ധിയുടെ തിരമാലയെ കണ്ടുകൊണ്ട് നിലവിളി കൂട്ടേണ്ടിയവരല്ല കൃപ പ്രാപിച്ച ദൈവമക്കൾ. അതിനേക്കാൾ ശക്തമായ വലുത ഒരു പദ്ധതി എന്നെ പറ്റി എന്റെ ദൈവത്തിനുണ്ടെന്ന് തിരിച്ചറിയണം. Do not look at your problems and cry. Remember, there is a grace available for you which you can make look at God and know your God is greater. ഈ ദിവസങ്ങളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ നിർണയത്തെ നാം തിരിച്ചറിയണം. These days we must know the plan and the purpose ദൈവിക of the God of പദ്ധതിയെ hosts. നാം തിരിച്ചറിയണം. We must know the plan of God. ദൈവിക ആലോചനയെ നാം തിരിച്ചറിയണം. We must know the counsel of God. വെറുതെയല്ല നാം ഈ ഭൂമിയിൽ ജന്മമെടുത്തത്. We have a purpose in being born in this world. വെറുതെയല്ല നാം ഈ നിമിഷം വരെ നിൽക്കുന്നത്. We are not here without a purpose. നമ്മളെ ഓരോരുത്തരെ പറ്റിയും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Each one of us, God has a plan. പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടാലും, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാലും, പൗലോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടാലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a plan for Paul inside the prison and for Peter outside the prison. യോബിന്റെ ജീവിതത്തിൽ ആരോഗ്യമുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു, എന്നാൽ രോഗം കടന്നു വന്നപ്പോഴും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a plan for Job even when he was sick. ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതി നമുക്ക് തിരിച്ചറിയാം. These days let us know the plan of God. വചനത്തിന്റെ മർമ്മങ്ങളെ ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയാൽ ദൈവിക പദ്ധതിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. If we understand the scriptures well, we will be able to understand the plan of God. ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, When I read the Bible, this is something I understood. വചനത്തിന്റെ അർത്ഥം നമ്മുടെ അകത്ത് വന്നാൽ പുതിയ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും. If the meaning of the word comes inside us, we will get new revelation. ദൈവമക്കളെ, വചനത്തിലുള്ള വെളിപ്പാടാണ് നിലനിൽക്കുന്ന വെളിപ്പാട്. The revelation that comes through the word is the one that stands. ഒത്തിരി വെളിപ്പാടുകൾ, പ്രസ്താവനകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം We are ആയിരിക്കുന്നത്. living at a time when a lot of people claim to have revelations. ഏത് പ്രസ്താവന കേട്ടാലും, ഏത് വെളിപ്പാട് കേട്ടാലും കൃപ പ്രാപിച്ച ദൈവമക്കൾ വചനത്താൽ അതിനെ അളക്കുവാൻ തയ്യാറാവണം. Hallelujah. Whatever revelation people speak,
Precious saints, go back to the word of God and see if it is in tune with the word of God. Amen. ദൈവമക്കളെ, നമ്മെ പറ്റി ആലോചന ഒത്തിരി പേര് പറയും. ഈ ദിവസങ്ങളിൽ നമ്മെ പറ്റി കേൾക്കുന്ന ദൈവിക ആലോചനയുടെ വെളിപ്പാടിനെ വചനത്തിൽ മനസ്സിലാക്കുവാൻ നാം തയ്യാറാവണം. People will come and prophesy many things, but we must be able to discern those prophecies in the light of the word, in the Holy Spirit, as I say. മോശ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ താഴെ ഒരു ശബ്ദം കേട്ടോണ്ടാ, വലിയ ആരവാരം കേട്ടോണ്ടാ ഇറങ്ങി വരുന്നത്. Moses came down from the mountain, he heard a big sound, noise. തമ്പുരാൻ പറഞ്ഞു, മോശയെ നീ ഇറങ്ങി ചെല്ലുക, നീ കൊണ്ടുവന്ന നിന്റെ ജനത്തെ വിടുവിക്കാൻ നീ ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. God told Moses, go down and save the people who you brought. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ ഒത്തിരി വേദന തോന്നി. I felt painful when I read that. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇതേ ജനത്തെ പറ്റി ദൈവം മോശയോട് പറഞ്ഞൊരു വാക്കുണ്ട്. മോശയെ, എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരെ വിടിവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. You know, the same God tells Moses, Moses, I have seen the pain of my people. I have come to save them. I have come to save them. ഇതും പുറപ്പാട് 3:7. This is in Exodus 3:7. എന്നാൽ ഇതേ ജനത്തെ പറ്റി ഇതേ ദൈവം ഇതേ മോശയോട് പുറപ്പാട് 32:7 പറയുന്നു, മോശയെ നീ ഇറങ്ങി ചെല്ലുക, നീ കൊണ്ടുവന്ന നിന്റെ ജനം. But in Exodus 32:7, God, the same God, tells the same Moses, Moses, you go down, the people you brought. എന്താ പുറപ്പാട് 3:7 എന്റെ ജനമായിരുന്നവർ 32:7 നിന്റെ ജനമായി പോയി. When did God's people become Moses' people? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുകയും കൂപ്പി പറയട്ടെ, ദൈവമക്കളാണ് ആണെന്നൊക്കെ പറഞ്ഞാലും സാക്ഷ്യം നഷ്ടപ്പെടുത്താൻ ഒറ്റ സെക്കൻഡ് മതി. Let me tell you one thing, we may claim to be children of God, but our testimony can be lost. ഈ ദിവസങ്ങളിൽ പുറപ്പാട് 3:7 കേട്ടത് തന്നെ 32:7 കേൾപ്പിക്കുവാൻ ആ ഒരു ഉത്തരവാദിത്വമുള്ളവരാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. We must be able to gain the testimony which we have lost if we have lost it. ഇത് കേട്ടോണ്ട് മോശ ഇറങ്ങി വരികയാ. So Moses heard this and he's coming down. യോശുവ പാതി വഴി ഇരിപ്പുണ്ട്. Joshua is there halfway. യോശുവ മോശ വരുന്നത് കണ്ടോണ്ട് അവിടെ ഒറ്റ പ്രവചനമായിരുന്നു. Joshua began to prophesy. എന്താ യോശുവ പറഞ്ഞത്? What did he say? അവിടെ ജയത്തിന്റെ അവിടെ ഭയങ്കര ഘോഷം നടക്കുവാണ്. There's a lot of things happening there. മോശ ഇത് കണ്ടതൊന്നുമല്ല. Moses didn't see it. പിന്നെ വഴി ഒറ്റ ആലോചനയായിരുന്നു. Then he sat and while he was walking he thought about it. ദൈവമക്കളെ, ഈ കൃപയില്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് പ്രവചിക്കുന്നവരെ തിരിച്ചറിഞ്ഞോണം. People of God, please take care of prophets who sit here and there and prophesy. അത് നിനക്ക് ഗുണം without grace. വരുത്തത്തില്ല, ദോഷം വരുത്തത്തേ It will not edify you, it will destroy you. ഞാൻ വളരെ ശക്തമായി ആ ഭാഗത്ത് നിന്ന് പറയുന്നു, നീ ഒരു പ്രവചനം കേട്ടാൽ ഇത് ദൈവികമാണോ എന്ന് തിരിച്ചറിഞ്ഞോണം. I tell you very strongly, when you hear a prophecy, ask immediately, Lord, is this from you? Is your hand in it? കാരണം ഈ അമേരിക്കയിൽ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, വചനമില്ലേലും രണ്ടാലോചന ഉണ്ടെങ്കിൽ, എന്റെ ഭാഷ നമ്മൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടു. Hallelujah. In Praise America, what I have experienced, even if the word of God is not there, if you have two prophecy, you made it. ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ ഈ തന്നിരിക്കുന്നതിനേക്കാൾ വലിയ പ്രവചനം ഈ ലോകത്തില്ല. There's no greater prophecy than what has been given to us in ഈ the word of God. പ്രവചന പുസ്തകത്തിൽ നിന്ന് മണിക്കൂറുകൾ രക്തം വെള്ളമാക്കി ദൈവദാസന്മാര് ദൂത് പറഞ്ഞാലും ഏക്കത്തില്ല. If the servants of God come and give you the counsel of God after laboring in the word of God so many years, it has no value. എന്നാൽ ഇതിലില്ലാത്തത് ഇന്നു പകൽ ഞാൻ കുറെ നിങ്ങളുടെ തലയെ പിടിച്ചു വിളിച്ചു പറഞ്ഞാൽ എന്തോ സന്തോഷമാണ്. But if people come and just tell you some stupid prophecy, people are excited. പകുതി വഴിയിലിരുന്ന് ഒന്നും കാണാതെ ദൂത് വിളിച്ചു പറയുന്ന യോശുവയെ അകറ്റി നിർത്തുവാൻ കൃപ ദൈവജനം തയ്യാറാവണം. People of God, you should be able to keep away this halfway Joshua's from your life. ദൈവിക ദർശനം കണ്ട് ഇറങ്ങി വരുന്ന ഒരു മോശയെ തിരിച്ചറിയുന്ന ഒരു കൂട്ടമായിരിക്കണം ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കുന്നത്. The children of God must be able to recognize a Moses who has spent time with God. Amen. ഇല്ല, പ്രൈസ് ദി ലോർഡ്. മോശയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ചില ദൂത് നമുക്ക് മനസ്സിലാകുമല്ലോ. Even if you look at Moses, his very countenance can impart some messages to you. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പ്രവചനം കേൾക്കാൻ നമ്മുടെ കാതും മാത്രം ഒരുക്കിയാൽ പോരാ, ചിലത് കാണുവാൻ നമ്മുടെ കണ്ണുകളെ ഒരുക്കുന്നവരായിരിക്കണം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. A child of God must not only give his ears, but he should be able to give his entire self to take what God has kept for him. ദൈവമക്കളെ, ഇതിനേക്കാൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുക, നിങ്ങളുടെ തലമുറയെ ദൈവം അങ്ങ് ദൂരെ അയക്കുമെന്ന് ഞാൻ പറയുന്നതിന് മുൻപേ ഇതിനകത്ത് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്, നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന്. Even before I come and tell you a prophecy that your children will be blessed, the Bible already says the children of the righteous shall be blessed. നേരുള്ളവൻ
അവനറിയാം എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. A righteous man knows that his children will be blessed. എന്തുകൊണ്ടാണ് പിന്നെ അവിടെ ഇവിടെ ഓടുന്നെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. People ask, why do you run here and there? This is the reason for that. Praise the Lord. Praise the Lord. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്റെ നടപ്പും ഇരിപ്പും നിൽപ്പും സൂക്ഷിക്കാമെങ്കിൽ ഇതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന സകല നന്മകളെയും നിന്റെ കുടുംബത്തിന്റെ അകത്ത് പൂർത്തീകരിപ്പിക്കുന്നവനാ എന്റെ ദൈവം. അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. If you prepare yourself according to the word of God, then you will be blessed. Nobody can stop it. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എനിക്ക് ശുഭാഷകൻ തമ്മിൽ ഒത്തിരി സ്നേഹബന്ധമുണ്ട്. Between the two of us, we have. അതുകൊണ്ട് ഞങ്ങൾ തുറന്ന് ചില കാര്യങ്ങൾ പ്രസംഗത്തിലായാലും അല്ലാതായാലും സംസാരിക്കും. We talk a lot of things openly. Praise the Lord. Praise the Lord. ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. I love you very much. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. Vice versa. അതുകൊണ്ട് ഒരിക്കൽ കൂടെ വരാൻ ഇടയായത്. That is why I was able to come പക്ഷെ again. ഒന്ന് ഞാൻ പറയാം. Let me tell you one thing. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധവും ആത്മീയ നിലവാരവും ദൈവിക വചനത്തിലുള്ളതായിരിക്കണം. The love that we have between each other must always be based on the word of God. ഈ ദൈവവചനത്തിൽ നിൽക്കുന്നവനെ ഒരന്ധകാര ശക്തിക്കും തൊടുവാൻ കഴിയുകയില്ല. If you are under the word of God, no devil can touch you. ഈ വചനത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവന് ഒരു ദുഷ്ടനും തൊടുവാൻ കഴിയുകയില്ല. No demon can touch a man who is under the principles of the word. വചനത്തിന്റെ പ്രമാണം അനുസരിക്കുന്നവന്റെ മുഖത്ത് ഈ വചനത്തിന്റെ സൗന്ദര്യം വെളിപ്പെടും. If you obey the word of God, the beauty of the word will be seen on you. സാത്താൻ ഒരിക്കൽ പറഞ്ഞല്ലോ, നീ ആണ്ട ഇയ്യോബിന്റെ ചുറ്റും എന്ത് കെട്ടിയിരിക്കുക, വേലി കെട്ടിയേക്കുവാ. The devil told God, around Job there are a lot of hedges. അതിനർത്ഥം മനസ്സിലായ വർഷം കുറയായി ഇയ്യോബിന്റെ വീടിന്റെ ചുറ്റും ഇവൻ കറങ്ങാൻ തുടങ്ങിയിട്ട്. That means for a long time this man has been around Job's. ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു ചെറിയ പഴുത് കിട്ടിയാൽ നമ്മളെ തകർക്കുവാൻ ശത്രു എഴുന്നേൽക്കും. If there is a small opening somewhere in our life, the devil is waiting to get ഒരു inside. ചെറിയ പഴുത്, A small hole. അതിനെ നാം തിരിച്ചറിഞ്ഞാൽ ദൈവിക പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. We can really understand the small hole in our life. We will be able to understand the plan of God. രണ്ട് കാര്യം ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം. Two things I'll tell you with love. നിനക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിലും വചനപ്രകാരം നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവുമില്ല. You may be a prayer warrior who prays for hours, but if you do not do it according to the scripture, you are in trouble. നിനക്ക് മണിക്കൂറുകൾ പ്രസംഗിക്കാൻ അറിയാമെങ്കിലും വചനത്തിൽ അല്ലെങ്കിൽ പ്രസംഗം കൊണ്ട് ഒരു അർത്ഥവുമില്ലെന്ന്. If you are able to preach and preach and preach, but if it is not in the word of God, it has no value. ദൈവമക്കളെ, ഈ വചനം കയ്യിൽ എടുത്തെങ്കിൽ എടുത്തവൻ വചനമായിരിക്കണം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി? If you take the word of God, then you must be the word of God. വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിലൂടെ വചനം പുറത്തു വരും. If the word of God is inside us, when we open our mouth, the word will come out. എനിക്കറിയാം ചില വിശ്വാസികളെ കണ്ടാൽ ആരാന്നൊന്നും അറിഞ്ഞില്ലേലും സംസാരം കേൾക്കുമ്പോൾ അടുത്ത ആൾ ചോദിക്കും, ബെന്തിക്കോസുകാരനല്ലേ? Some believers, you don't make them out from the external appearance, but when they begin to talk, നമ്മുടെ immediately people say, സംസാരത്തിൽ "You are a നിന്ന് believer." നാം ആരാണെന്നറിയാം. We will know through the talk of people who they are. Praise the Lord. Praise the Lord. അത് ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാമോ? അത് വെളിയിലാരും കേൾക്കണ്ട, അതുകൊണ്ടാ. Praise the Lord. ഒരിക്കൽ ഞാൻ അടൂരെ വന്ന് When the revelation came, he said, not at the gates of Damascus, but from the time I was in my mother's womb. പിന്നെയും വചനം പഠിച്ചു. Again he studied the word of God. വചനത്തിന്റെ വെളിപ്പാടകത്ത് വന്നു. He got the revelation of the word. അപ്പോൾ പൗലോസ് പിന്നെ തിരുത്തി പറഞ്ഞു, Again Paul corrected himself. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചല്ല, Not at Damascus, അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, not in the womb of my mother. ലോക സ്ഥാപനത്തിന് മുൻപേ എന്റെ ദൈവം എന്നെ കണ്ടു. God has seen me before the foundations of the world. വചനത്തിന്റെ വെളിപ്പാട് വെളിപ്പെട്ടാൽ നമ്മുടെ ആശയങ്ങൾക്ക് മാറ്റമുണ്ടാകും. Yes. When the word of God begins to come inside, our ideas about God changes. വചനത്തിന്റെ വെളിപ്പാട് നമ്മൾ വന്നാൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകും. The revelation from the word comes inside, our thoughts will change. ഈ ദിവസങ്ങളിൽ പുതിയ വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ ഈ 21 ദിവസം ദൈവസഭയിൽ ഇരിക്കുന്ന ദൈവസഭ ആഗ്രഹിക്കണം. Church of God, please remember, 21-day fasting prayer is for you to receive, say with me, new revelations. ദൈവദാസനെ, പുതിയ വെളിപ്പാടോടെ വേണം ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയാൻ. Hallelujah. I receive it in Jesus' name. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ വെളിപ്പാട് ഈ ദിവസങ്ങളിൽ ദേവദാസന്മാർ വന്ന് വിവിധ നിലകളിൽ വിവിധ വശങ്ങളിൽ ദൈവവചനം ഇവിടെ അഴിച്ചിടുമ്പോൾ പുതിയ വെളിപ്പാടുകളെ പ്രാപിക്കുവാൻ, പുതിയ വെളിപ്പാടുകളെ കൊത്തിയെടുക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ വേണം നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ. When you are in the presence of God,
come with an expectation for heavenly new revelations on the word of God, in the word of God. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. The Lord of hosts has അത് declared. ദുർബലമാക്കുന്നവൻ ആര്? Who can these strengthen? ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. Now let me go to the second part. സൈന്യങ്ങളുടെ യഹോവ കരം നീട്ടിയിരിക്കുന്നു. The Lord of hosts has extended അത് his hand. മടക്കുന്നവനാര്? Who can bring it back? അത് മടക്കുന്നവനാര്? Who can stop that? വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞേ, എനിക്ക് വേണ്ടി നീട്ടിയ കരത്തെ മടക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്റെ കുടുംബത്തിലേക്ക് നീട്ടിയ സ്വർഗീയ കരത്തെ മടക്കുവാൻ ആർക്കും കഴിയില്ല. Declare it. Nobody can stop the hand of God that has been brought in favor of me. ഇന്ന് പകൽ ആ ഒരു ചലഞ്ചോടുകൂടെ വേണം നാം മടങ്ങി പോകുവാൻ. It is with that challenge that we should go back. നീ രാവിലെ വീട്ടിൽ പ്രതികൂലം കണ്ടിട്ടായിരിക്കാം വന്നത്. Maybe in the morning when you left your home, things were not okay. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കാം ഇറങ്ങിയത്. Maybe you cried from your home and came. നുറുങ്ങിയ ഹൃദയത്തോടെയായിരിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. Maybe you came with a broken heart. ഈ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ, when you go back after the meeting, ഭവനത്തിൽ ചെന്ന് ഭവനത്തിനകത്തേക്ക് വാതിൽ തുറന്ന് കാലുകുത്തുമ്പോൾ, when you go inside your home, നീ ധൈര്യത്തോടെ പറ, say with boldness, യഹോവയുടെ കരത്തെ മടക്കുവാൻ ആർക്കും who can കഴിയുകയില്ല. stop the arm of the Lord? യഹോവയുടെ കരത്തെ മടക്കുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can stop the എന്നെ arm of the പറ്റിയുള്ള Lord. ദൈവത്തിന്റെ പദ്ധതിയെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can stop the plan എന്റെ of God. കുടുംബത്തിന് വേണ്ടി നീട്ടപ്പെട്ട കരത്തെ മടക്കുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can stop the arm of the Lord. എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീട്ടപ്പെട്ട കരത്തെ മടക്കുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can stop the arm of the Lord, which is for my ministry. എന്റെ ശുശ്രൂഷയെ പറ്റിയുള്ള ദൈവിക ഉദ്ദേശത്തെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. He can stand against the godly plan of a ministry. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ മറുപടിയെ ഇനിയും തടഞ്ഞു വെക്കുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can stand against the plan of God. ഇനി വെറുത്ത് കളയുവാൻ ആർക്കും കഴിയുകയില്ല. Stop it from me. അതിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. Time that it is beginning to ഞാൻ happen. നിലവിളിച്ചത് വെറുതെയല്ല. I did not call ഞാൻ it. ആരാധിച്ചത് വെറുതെയല്ല. I did not worship ഞാൻ in പ്രാർത്ഥിച്ചത് futility. വെറുതെയല്ല. I did not worship അതിന്റെ in മറുപടി ഞാൻ futility. കാണുവാൻ പോകുകയാണ്. I am going to see അക്കരം that. ഇന്ന് പകൽ വീട്ടിലിരിക്കുകയാണ്. I am going to see അതിനെ that. മടക്കുവാൻ കഴിയില്ല. Nobody can അതിന്റെ stop പ്രവൃത്തി it. ഞാൻ കാണുവാൻ Nobody can പോകുകയാണ്. stop അതിനെ it. അനുഭവിക്കാൻ പോകുകയാണ്. I am going to enjoy it. വിശ്വസിക്കുന്ന ജനം കരമടിച്ച് കരമടിച്ച് ദൈവത്തിന് മഹത്വം Clap your കൊടുക്കട്ടെ. hands and praise the ശുഢബലബല Lord. ഔഷമാനമ നിങ്ങൾ പ്രവണബല വക്ഷ്യാനമ. Hallelujah. 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 ഓ Irabarasa. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ കരം The hand of the Lord. ഇന്ന് പകൽ അത് നാം കാണാൻ തയ്യാറാവണം. We must be able to recognize it and see it. ഒരിക്കൽ യഹൂദ ബാലന്മാരെ നോക്കി രാജാവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നവൻ ആര്? Who can take you away from my hand? പക്ഷേ ആ ബാലന്മാർക്കറിയാം, ഈ നീ കാണാത്ത ഒരു കരത്തെ ഞങ്ങൾ വിശ്വാസ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാ. When the devil tells you nobody can save you, we must say there is a hand which we can see, an invisible hand. രാജാവേ, നീ പറയുന്നതിന് മുൻപ് തന്നെ തീക്കകത്തും സിംഹക്കൂട്ടിന്റെ അകത്തും ആ കരം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാ. Hallelujah. Oh, you king, we have already seen that hand when we were with the lions and even now in fire. എന്റെ കയ്യിൽ നിന്നും നിന്നെ വിടുവിക്കാവുന്നവൻ ആരെന്നല്ലേ അവിടുന്ന് ചോദിച്ചത്? You asked, oh king, who can save you from my hand? ദേ ആ കുഴിയിലേക്കൊന്ന് നോക്കിക്കേ. Oh, look at that hole. ഒരു കരം ഞങ്ങൾ കാണുന്നുണ്ട്. We see a hand. ഞങ്ങൾ ഒരു കരം അതിനകത്ത് We കാണുന്നുണ്ട്. see a hand. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, That is why we are ഞങ്ങളുടെ saying, ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും whether our God ഞങ്ങൾ ഈ saves us or not, ബിംബത്തെ ആരാധിക്കത്തില്ല. we will not ഈ കാണുന്നത്തെ ഞങ്ങൾ കണ്ടിട്ടിരിക്കുകയാ. We will not Yes, serve yes. this idol. ഇന്നലെ ഞങ്ങൾ അനുഭവിച്ച ഒരു കരത്തിന്റെ സാന്നിധ്യം ഈ കുഴിക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. We are seeing the hand of God, whatever situation we are in. പ്രിയപ്പെട്ടവരെ, Hallelujah. ദർശനമകത്തുണ്ടെങ്കിൽ, If you have vision inside, കൃപയകത്തുണ്ടെങ്കിൽ, if you have grace inside, സഹോദരന്മാരെ നിന്നെ പിടിച്ച് കുഴിയിലിട്ടാലും, even if your brothers put you in the pit, ദർശനമകത്തുള്ളവൻ കുഴി വീണാലും വിലയാ. the man with a vision, even if you are in the hole, there is a value for that. വിഷനകത്തുണ്ടെങ്കിൽ നീ കുഴി വീണാലും നിനക്കൊരു വില വരുവാൻ പോകുകയാണെന്ന്. Hallelujah. Even if you are in the hole, there is a value coming for you. യഹോവയുടെ കരത്തെ മടക്കുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can stop the plan of God. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ ശ്രദ്ധ ഞാൻ ഓടിച്ചൊന്ന് കൊണ്ടുവരട്ടെ. Let's quickly go to Acts 12. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം
Acts 12. നമുക്കെല്ലാം സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണല്ലോ. That's a scripture that we all know well. എല്ലാവരും എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope you verse പറഞ്ഞില്ല. I hope you took the chapter 12. Just take chapter 12. ആ സന്ദർഭമൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. Yes, we know the situation. എന്താ ആ വേദഭാഗത്തെ അവിടുത്തെ സിറ്റുവേഷൻ എന്തുവാ? What's the situation there? എന്തോ ഹെരോദാവിന്റെ പീഡനം, പത്രോസിന്റെ വിടുതൽ. The destruction of Herod and the release of Peter. ഇനി എല്ലാവരും ബൈബിൾ നടത്തി വെച്ചാട്ടെ. Now please kindly close your Bible. Praise the Lord. പത്രോസിനെ ദൈവം വിടുവിച്ച ഭാഗം അവിടെ കാണുന്നത്. We see the place where Peter is released. നിരവധി തവണ നാം ഈ വേദഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട്. Many times we have looked into that. ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. Many times പ്രസംഗിച്ചിട്ടുമുണ്ട്. we have preached. പ്രസംഗം കേട്ടിട്ടുമുണ്ട്. We heard. ഒരു പക്ഷേ ഞാൻ ഈ പ്രവർത്തിയുടെ പുസ്തകം 12-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് രണ്ട് പ്രസംഗം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടാകും. When I said Acts 12, 2 or 3 messages popped up in your mind. ഗൾഫിലും അമേരിക്കയിലുമുള്ള ദൈവമക്കളുടെ ഒരു ഭാഗ്യം അതാ, ഇഷ്ടംപോലെ പ്രസംഗം കേൾക്കും. Gulf and the US, the children of God are so specially blessed. They listen to a lot of ഒരിക്കൽ messages. ഞാൻ അബുദാബിയിൽ ചെന്നപ്പോൾ എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ തല തണ്ട് ഇങ്ങനെ കുലുക്കാമെങ്കിൽ 50 പ്രസംഗം വലത്തെ ചെവിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു. As a brother who took me in the Gulf told me, Pastor, shake my head, at least 50 messages will come out of my ears. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഞാൻ തലകുത്തി മറിഞ്ഞാലും ഒറ്റ പ്രസംഗം പുറത്തു പോകത്തില്ലെന്ന് പറഞ്ഞു. I said, even if I am on my head, stand on my head, even if one message will not go out. പുള്ളി കേട്ടതല്ല ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. All that he heard was here in his ears. പക്ഷെ നമ്മൾ കേട്ടത് ഇവിടെ വെച്ചേക്കുമല്ല, അകത്തോട്ട് ഇറക്കണം. Hallelujah. What we heard must go inside. അകത്തോട്ട് ഇറക്കിയവൻ കുലുക്കിയാലൊന്നും പെട്ടെന്ന് പോകത്തില്ല. If the word goes in your heart, nobody can shake you. Praise the Lord. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. No point in listening to a lot of messages. Praise the Lord. Praise the Lord. നമുക്കൊരു മാറ്റം ഉണ്ടാവണം. There should be a change in us. ഒരു പാസ്റ്റർ പുതിയ സഭയെ ചാർജ് എടുത്തു. And a pastor went to a church and took a fresh appointment. സെക്രട്ടറി ആ പാസ്റ്റർ സ്വീകരിച്ചു. The secretary received him. ഒന്നാം ആഴ്ചത്തെ സങ്കീർത്തനം വായന ഒന്നാം സങ്കീർത്തനമായിരുന്നു. The first psalms to be read in the first was the first psalm. അനുഗ്രഹമായി സഭായോഗം പര്യവസാനിച്ചു. The meeting was done well. പിറ്റേ ഞായറാഴ്ച ആരാധനയ്ക്ക് എല്ലാവരും വന്നു. Next Sunday everybody came. സങ്കീർത്തന വായനയ്ക്ക് പാസ്റ്റർ ഒന്നാം സങ്കീർത്തനം വായിച്ചു. So they read the psalm again. He read the first psalm. ആൾക്കാരൊന്നും മിണ്ടിയില്ല. The people didn't say anything. ഒരാഴ്ച കൂടെ കടന്നുപോയി. One more week. പിറ്റേ ആഴ്ചയും ആരാധനയ്ക്ക് വന്നു. പാസ്റ്റർ ഒന്നാം സങ്കീർത്തനം തന്നെ വായിച്ചു. The pastor read the same thing. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ഇത് പാസ്റ്റർക്ക് എന്തോ മറവിയുടെ അസുഖമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തുവായാലും ഈ ആഴ്ചയോടെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. One more week we will see something is wrong with the pastor. നാലാമത്തെ ആഴ്ച പാസ്റ്റർ ഒന്നാം സങ്കീർത്തനം വായിച്ചു. The fourth week he read the same psalm. വിശ്വാസികൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പാസ്റ്റർ ഓർമ്മക്കുറവ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, പാസ്റ്റർ ഇപ്പം നാലാമത്തെ ആഴ്ചയാ ഈ ഒന്നാം സങ്കീർത്തനം ഇവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞു. The believer said, Pastor, we think probably you forgot. This is the fourth consecutive week you're reading the same ഒന്നുകിൽ psalm. പാസ്റ്റർ രണ്ടാം സങ്കീർത്തനം വായിക്കണം, ഇല്ലെങ്കിൽ മറ്റൊരു സങ്കീർത്തനം വായിക്കണം. Either go to the second psalm or read something else. പാസ്റ്റർ പറഞ്ഞു, The pastor said, ഞാൻ ഈ 4 ആഴ്ച കൊണ്ട് ഒന്നാം സങ്കീർത്തനം വായിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. I have been reading. Hallelujah. I've been reading ഞാൻ ഈ 4 ആഴ്ച ഒന്നാം സങ്കീർത്തനം വായിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും എവിടെ നിൽക്കുന്നേ ഉള്ളൂ? Where are you still ഒന്നാം standing? സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. You are still Hallelujah. You're still standing in the first verse of the first psalm. നിങ്ങൾ അവിടുന്ന് മാറാമെങ്കിൽ ഞാൻ രണ്ടാം അധ്യായത്തിൽ കയറാമെന്ന് If പറഞ്ഞു. you begin to graduate from there, I will move from there. മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? How many people understood? ഒത്തിരി കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. No point in listening. ഒന്നേ കേട്ടുള്ളെങ്കിലും മാറ്റം നമ്മളിലുണ്ടാവണം. Even if there is only a bit, there should be a change. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. That is where the Lord begins to അവിടെ work. ദൈവപ്രവൃത്തി That വെളിപ്പെടുന്നത്. is where God begins to work. Praise the Lord. Praise the Lord. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം. Acts 12. നമുക്കറിയാം, ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. We know this thing. ശ്രദ്ധിച്ചാട്ടെ. Listen. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹേരോദ്യ ശക്തിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Acts 12 we see the power of Herod standing there. 1-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുമെതിരെ ഉയർന്നു നിൽക്കുന്ന ഒരു ഹേരോദ്യ ശക്തി, ഒരു അന്ധകാര ശക്തി. That is the power of Herod and power of darkness from chapter 1 to chapter 2. 12-ാം അധ്യായത്തിലും ഈ ശക്തി തല ഉയർത്തി നിൽക്കുകയാണ്. In chapter 12 also this strength is strong, power is പക്ഷേ 12-ാം അധ്യായത്തിൽ ഈ ശക്തി തല ഉയർത്തി നിൽക്കുമ്പോഴും ഒരു കൂട്ടം ദൈവജനം പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. But even in chapter 12 when this demonic power was alive and active, a group of people was beginning to pray. പ്രതികൂലത്തിന്റെ നടുവിലും പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്ന ചെറിയ കൂട്ടത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this group of people who are willing to pray even in the midst of ശ്രദ്ധിച്ചേ, affliction. സഭ എഴുന്നേറ്റു.
The church got up. സഭ പ്രാർത്ഥിക്കാൻ ഉണർന്നു. The church began to pray. ദൂതൻ ഇറങ്ങി. The angel came. ദൂതൻ ഇറങ്ങി. The angel came. അന്ധകാര ശക്തി വെട്ടേറ്റു വീണു. Destroyed every work. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി. May that be പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ, if you are ready to pray, പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ, are you ready to pray? വിഷയത്തെ ഓർത്ത് ഭാരപ്പെടാതെ വിടിവിക്കുന്നവന്റെ കരത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, Are you ready to pray expecting God's hand? നിന്റെ വിഷയത്തെ വെട്ടുവാൻ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൂതനെ ഉയർപ്പിടിച്ച വാക്കുമായി എന്റെ കുടുംബത്തിലേക്ക് സഭയ്ക്ക് ഇറക്കുവാൻ പോകുക. God is going to bring the angel with a sword in his hand in your family, in the church. ദൈവമക്കളെ, നമ്മൾ വെട്ടാനൊന്നും പോകണ്ട. People of God, we don't have to take the fight. പ്രാർത്ഥിക്കാൻ എഴുന്നേക്കാൻ തയ്യാറാണോ? Are you ready to pray? വെട്ടേണ്ടിയവനെ എന്റെ ദൈവം ഇറക്കിക്കോളും. God will bring the person to destroy. ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത്. That is what I told about godly പ്രവൃത്തി എന്ന് പറയുന്നത്. That is what I said about spiritual. പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുന്നു. Peter was in the jail. നമുക്കറിയാം, 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യാക്കോബിനെ ഹേരോദാവ് വാളുകൊണ്ട് കൊന്നു. അതെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പത്രോസിനെ പിടിച്ചിരിക്കുകയാണ്. James was killed. Everybody liked it. Now Peter also was being caught. പെസഹയായതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ജനത്തിന്റെ മുൻപിൽ നിർത്തി കൊല്ലാൻ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. In Pesach, the next day, Peter is supposed to be killed. He's sentenced to death. സന്തോഷിപ്പിച്ച ഒരു ഭാഗം അവിടെ ഉള്ളത്. There's a place which gladdened my heart. ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി, on the previous night before Peter's sentence, ദൈവത്തിന്റെ സമയത്തെ നാം തിരിച്ചറിയണം. we must know the time of God. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ ചില വിടുതൽ നടക്കുവാൻ പോകുന്നത്. Our deliverance does not come as we think is best. നമ്മളെ പലരും വെല്ലുവിളിച്ചും തമ്പുരാനെ പേടിപ്പിച്ചും ഒക്കെ മറുപടി വാങ്ങിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. We are all running to scaring God and commanding God and demanding God and trying to get നമ്മൾ എഴുതി വെച്ചിട്ട് തമ്പുരാനെ പേടിപ്പിക്കുക, മര്യാദയ്ക്ക് തന്നോണെന്നൊക്കെ അങ്ങ് പറയുന്നത്. Some people write down and say, you better give my prayer answer. ഇല്ല ദൈവമക്കളെ, ദൈവത്തിനൊരു സമയമുണ്ട്. Hallelujah. God has that time. ദൈവത്തിനൊരു സമയമുണ്ട്. God has his own time. ദൈവത്തിന്റെ സമയത്ത് ആ പ്രവൃത്തി വെളിപ്പെട്ടാൽ, in that time God will do it. മറുപടിക്ക് ഒരു സൗരഭ്യമുണ്ട് കേട്ടോ. That has a beautiful സൗന്ദര്യമുണ്ടെന്ന്. That has a fragrance. മറുപടി ലോകം കണ്ടാൽ ആകർഷിക്കപ്പെടും. Oh, the world will be a blessing to the world. മറുപടി കാണാൻ നിന്റെ അരികിലേക്ക് ഓടിക്കൂടുമെന്ന്. People will come മറുപടിക്കായി കാത്തിരുന്ന സൗന്ദര്യവും ആഗ്രഹിക്കത്തക്കതുമായ മറുപടിയെ പ്രാപിക്കുവാൻ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ തയ്യാറാവണം. When God begins to work, that will attract the world to you. When God begins to send his deliverance at his time, that whole world will rejoice with you. That's the meaning. ദൂതൻ ഇറങ്ങി. The angel came. പത്രോസ് എന്ത് ചെയ്യുമായിരുന്നു? What is Peter doing? പത്രോസ് എന്ത് ചെയ്യുമായിരുന്നു? What is Peter doing? ഒന്ന് പറഞ്ഞേ. He was ഉറങ്ങുവായിരുന്നു. നമുക്കറിയാം, we know. ചിലർ പറയാറുണ്ടോ ആരാധിക്കുവാണെന്ന്. Some people say പൗലോസ് പത്രോസ് അല്ല. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി some people say Peter was worshipping in the. പത്രോസ് ഉറങ്ങുകയായിരുന്നു. It was not Peter, Paul was. നീ ശ്രദ്ധിച്ചേ, പത്രോസ് ഉറങ്ങുക. Peter is sleeping. പിറ്റേന്ന് ജനത്തിന്റെ മുൻപിൽ നിർത്തി കഴുത്ത് കണ്ടിരിക്കാൻ ഓർഡർ കിടക്കുകയാ. Next day there is a sentence on him that he lose his head in front of the people. രാജാവ് പുറപ്പെടുവിച്ച ആജ്ഞ പത്രോസിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. The commandment or the order has come to Peter's ear. ഇന്ന് രാത്രിയുടെ കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ വിധിക്കപ്പെട്ട് കിടത്തിയിരിക്കുക. After tonight I am going to die. I am sentenced to die. നാളെ രാവിലെ എന്നെ കൊല്ലും. Tomorrow I'll be killed. നാളെ എന്റെ മരണമാ. Tomorrow is my death. ഇതറിയാവുന്ന പത്രോസ്, Peter, you knew this. ഇത് ചെവിയിൽ കേട്ട പത്രോസ്, The one who heard this in his ear. ചിന്ത ഇങ്ങനെ കടന്നു പോകുന്ന പത്രോസ്, The one who had a thought like this. രാത്രി എന്ത് ചെയ്യുക? What was he doing? ഉറങ്ങുകയാ. He was sleeping. എന്റെ പ്രിയപ്പെട്ടവർ, എങ്ങനാ ഇത്രയും വാർത്തയൊക്കെ അറിയാമായിട്ടും പത്രോസിന് ഉറങ്ങാൻ കഴിയുന്നത്? How can Peter sleep in the face of death? ദൈവമക്കളെ, ഇതൊന്നുമില്ലാഞ്ഞിട്ട് നമ്മൾ നേരെ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? Even without all this, how many days since we really slept? ഒരു ജോലി ഒന്ന് നഷ്ടപ്പെട്ട എങ്ങനെ മോർഗേജ് കൊടുക്കും, കാറിന്റെ പൈസ, നമ്മൾ പിന്നെ ഉറക്കമെന്ന് പറയുന്നത് ഇല്ലല്ലോ. If you lose a job, how will you pay the mortgage? How will you pay the EMI of the car? No sleep. നമുക്ക് ഉറക്കമില്ല, പാസ്റ്റർ ഉറക്കത്തില്ല. We have no sleep and we won't let the pastor sleep. എന്നാൽ ശ്രദ്ധിച്ചേ, മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴും തലേന്ന് രാത്രി പത്രോസ് ഉറങ്ങുകയാ. Peter was, however, sleeping even in the face of death. നമ്മൾ ചോദിച്ചാൽ പറയും തനിക്കൊരു ദർശനം ഉണ്ടായിരുന്നു. Maybe we will say, oh, Peter, he had a vision.
He had a promise. അത് അവിടെ നിൽക്കട്ടെ. Let it be. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ദൂത ഇന്ന് ഞാൻ പറയാൻ I'm going to ആഗ്രഹിക്കുന്നു. tell you something the Lord told me. ഉപവാസത്തോടാണല്ലോ ദൈവസഭ ഇരിക്കുന്നത്. You're all in fasting. കുറച്ച് ദിവസം കൂടി ഇരിക്കാൻ You're പോവുകയാണല്ലോ. going to be in fasting for some more days. നാളത്തോടെ ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ആത്മപകർച്ച ഇവിടെ വ്യാപരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. From today when the man of God preaches, we declare that the power of God will come here. ശ്രദ്ധിച്ച് Listen. പത്രോസ് ദർശനമുണ്ടെന്നുള്ള സത്യമാ. It is true Peter has a vision. മറ്റൊരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം. Let me tell you another thing like this. രാത്രിയിൽ പത്രോസ് കിടന്നുറങ്ങുവാൻ കാരണം അതേസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു സഭ തയ്യാറായതുകൊണ്ടാണ്. A church was willing to stand and pray with Peter. That is why Peter was able to sleep ഒരു well. ഭാഗത്ത് സഭ ഉണർന്നിരിക്കുവാൻ തയ്യാറായപ്പോൾ കഷ്ടതയുടെ ഹല്ലേലൂയ നീർച്ചുളയിൽ കിടന്ന പത്രോസിനെ ദൈവ സമാധാനത്തോടെ കിടത്തി ഉറക്കി. Peter was able to sleep well because the church was praying for him. ദൈവമക്കളെ 21 ഉപവാസ പ്രാർത്ഥന ഇല്ല നെയ്ത്തുകാരന്റെ നെയ്ത്ത് മിഷൻ പോലെ ആകാതെ എന്റെയും ഭാര്യയുടെയും മക്കൾക്കും വേണ്ടി മാത്രമാകാതെ. Let not this 21-day fasting prayer be like a weaver's machine. Me, my wife, my family, my children. മറ്റുള്ളവർക്കിടന്ന് പ്രാർത്ഥിക്കുവാൻ. Pray for other people. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതേ കണ്ണുനീര് കൂട്ടു സഹോദരന്റെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് ഒഴുക്കുവാൻ. When you pray for ourselves, think of our brother and sister and cry and pray for them. എത്ര പേർക്ക് കഴിയും? How many people can do that? എത്ര പേർക്ക് കഴിയുമെന്ന്? How many people can do നമ്മുടെ it? തലമുറയൊന്ന് മാറ്റി വെച്ച് Take മറ്റുള്ളവരുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ ഒഴുക്കുവാൻ സഭയിലെ എത്ര പേര് തയ്യാറാവും? How many of you are ready to pray for other people's children when your own children are going through problems? സ്നേഹത്തോടെ പറയട്ടെ, Let me tell ആ you loud. കണ്ണുനീർ നീ ആ തലമുറയ്ക്ക് വേണ്ടി ഒഴിക്കുമ്പോഴും When you shed your tears for them, നിങ്ങളുടെ തലമുറയിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. God will bless your children. നിങ്ങളുടെ തലമുറയിലും മാറ്റം There സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. is a change happening even among your children. സഭ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി. Church, are you ready to സഭ ആരാധിക്കുവാൻ തയ്യാറായി. Are you ready to worship? സഭയ്ക്ക് ശക്തിപ്പെടുവാൻ തയ്യാറായി. Are you ready to be strengthened? പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാൻ തയ്യാറായി. Are you ready to receive the power? ഞങ്ങൾ പ്രാർത്ഥിച്ച് Church knew one thing: when we pray, the angels will come. ദൂതൻ ഇറങ്ങി. The angel came. എവിടെ ഇറങ്ങി? Where did he come? കാരാഗ്രഹത്തിൽ He ഇറങ്ങി. came to the prison. സഭ എവിടെ നിന്നാ പ്രാർത്ഥിക്കുന്നത്? Where was the church praying? എത്ര പേർക്ക് കാര്യം മനസ്സിലായി? How many people understood? ഈ ഉപവാസ പ്രാർത്ഥന നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രശ്നം മലേഷ്യയിലാണെങ്കിൽ അവിടെ ദൂതനെ ഇറക്കുന്നവനായി എന്റെ ദൈവം. You pray here. Wherever the problem is geographically, God will go there. The angel will go there and settle it. നീ ഫിലദൽഫിയയിലിരുന്ന് കണ്ണീരൊഴുക്കിയാൽ പ്രശ്നം കോഴഞ്ചേരിയിലാണെങ്കിൽ അവിടെ ദൂതനെ ഇറക്കുന്നവനായി എന്റെ സ്വർഗത്തിലെ കർത്താവ്. You pray in Philadelphia, God will reveal it and cure it anywhere in the world. നമ്മുടെയൊക്കെ പ്രാർത്ഥന കണ്ടാലും കേട്ടാലും ദൂതൻ ഇറങ്ങി വന്ന് നമ്മളോട് അനുവാദം ചോദിക്കാതെ പോകരുന്നുള്ള മട്ടില്ല അല്ലേ? അങ്ങനെ നമ്മുടെ പല പ്രാർത്ഥനയും. We pray as though the angel must get our permission to come and go. ഇല്ല മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാ മതി, വെട്ടുവാൻ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. You pray, the angel will do what the Lord tells him to do. വെട്ടേണ്ട വിധം നിങ്ങളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെ വെട്ടണമെന്ന് ഇറങ്ങിയ ദൂതൻ അറിയാം. Don't tell the Lord what to do. He knows what to do. യെസ്. പക്ഷെ നമുക്കൊരൊറ്റ ഉത്തരവാദിത്തമുള്ളൂ, കണ്ണീരൊഴുക്കുവാൻ തയ്യാറാവണം. We must have one responsibility. പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. To pray. പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. Be ready to pray. നിലവിളിക്കാൻ തയ്യാറാവണം. Ready to pray. മടുത്തു പോകാതെ യാചിക്കുവാൻ തയ്യാറാവണം. Oh, pray. നീ പ്രാർത്ഥിച്ചാൽ നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് ചില ദൈവപ്രവൃത്തിയുടെ വാർത്തകൾ ഇനി ചെവിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എത്തിക്കുവാൻ പോകുകയാ. God is going to bring tidings of some good things to you shortly. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൂതൻ ഇറങ്ങി. The angel came. പത്രോസ് കിടന്നുറങ്ങുകയാ. Peter was sleeping. ദൂതൻ ഇറങ്ങിയെന്ന് എന്തുവാ തെളിവ്? What is the evidence that the angel came? ദൂതൻ ഇറങ്ങിയെന്ന് എന്താ തെളിവ്? What is the evidence? ആരോടോ ഒരു പോയിന്റ് എന്താ? വെളിച്ചം പ്രകാശിച്ചു. A light shone around. നമ്മുടെയൊക്കെ വിചാരം ദൂതൻ ഇറങ്ങിയാൽ അങ്ങ് വിടുതൽ നടക്കുമെന്നാ. പക്ഷെ അതിന് മുൻപ് ചിലത് നടന്നേ പറ്റൂ. We think that as soon as the angel comes, deliverance takes place. No, before that something else. ദൂതന്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ അന്തരീക്ഷത്തിന് വ്യത്യാസം ഉണ്ടാവും. When the angel comes, there will be a change in the atmosphere. നമ്മുടെ ആലയത്തിന്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടാവുന്നേ. There will be a change in our worship place. ആരാധിക്കുന്നവന്റെ മുഖത്തിന് വ്യത്യാസം ഉണ്ടാവും. There will be a change in the face of the one who worships. കൈയടിക്കുന്നവന്റെ മുഖത്തിന് വ്യത്യാസം ഉണ്ടാവും. There will be a change in the face of the one who സ്തോത്രം claps. പറയുന്നവന്റെ മുഖഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. There will be a change in the character. ആരാധിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ ദൈവ സാന്നിധ്യം നിന്റെ മുഖത്ത് വെളിപ്പെടും.
If I worship in the presence of God, it will be manifested on our face. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ദൈവമക്കളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാ ഏലീശയുടെ തെരഞ്ഞെടുപ്പ്. The last time I said about Elisha. You know that. പുതപ്പ് വീണവന്റെ മുഖം കണ്ടാൽ അറിയാം. If the anointing mantle has come upon somebody, you shall know it through his face. പുതപ്പ് വീണ് വിടണ്ടിയനെ വിട്ടവന്റെ മുഖം കണ്ടാൽ അറിയാം. You know the person who has left what he should do. അവന്റെ ആരാധന കേട്ടാൽ അറിയാം. You hear his worship, you know. അവന്റെ സ്തോത്രം കേട്ടാൽ അറിയാം. You hear his praise, you know. പുതപ്പ് വീണവൻ വിശുദ്ധിയോടുകൂടെ പുതപ്പ് പിടിച്ച് വിടേണ്ടതിനെ വിട്ടുകൊണ്ട് ഒരൊറ്റ വാക്കു പറഞ്ഞാൽ തീർക്കുന്നവന്റെ സ്വർഗത്തിലെ കർത്താവ്. The message is, if you take care of your own things, immediately God will send fire. സഭ പ്രാർത്ഥിച്ചു. Church prayed. കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി. The angel came in the prison. ഇരുട്ടിൽ വെളിച്ചമുദിച്ചു. There was light in darkness. പത്രോസ് കിടന്നുറങ്ങുകയാ. Peter was sleeping. വിലാപ്പുറത്ത് ഇങ്ങനെ തട്ടി. He touched him. എഴുന്നേക്കാൻ പറഞ്ഞു. Told him to get up. പത്രോസ് ചാടി എഴുന്നേറ്റു. Peter got up. ചാടി എഴുന്നേറ്റു. He suddenly got up. അതൊരു ദൈവിക വിടുതലാണ്. അതൊരു ദൈവിക എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ I കാര്യത്തിൽ. was very happy to hear that. That is the touch of the എന്റെ Lord. കൂടെ പോരാൻ പറഞ്ഞു, കൂടിങ്ങി പോരുന്നു. He said, come with me. He went with him. മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ? Have you understood, people? ദൈവമക്കളെ, തൊട്ടത് ദൂതനാണെങ്കിൽ ചെങ്ങല അഴിയുമെന്നൊരു വിശ്വാസം വേണം. If the angel has touched, the captivity will be gone. The chains will be gone. പിന്നെ അവിടെ നിന്നോണ്ട് പരവേശം ഒന്നും കാണിക്കണ്ട, അങ്ങ് വീട്ടിൽ പോയാൽ മതി. You don't have to do anything. Just go home. ഇന്നത്തെ പല വലിയ വലിയ മീറ്റിംഗ് കണ്ടാലും ദൂതൻ തൊട്ടു, ദൈവം ഇടിവെച്ചെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറ്റി അങ്ങോട്ട് ഓടിക്കുന്നു, ഇങ്ങോട്ട് ഓടിക്കുന്നു, വട്ടം കറക്കിക്കുന്നു, പന്തലിൻ്റെ അറ്റം വരെ ഓടിക്കുന്നു, കുനിയിക്കുന്നു, ഊരിക്കുന്നു, ചാടി. എന്നിട്ട് പൊന്നെ തൊട്ടത് ദൂതനാണെങ്കിൽ വിടുതൽ ഉറപ്പാ, വീട്ടിൽ പോകും. Very simply, it's like this. If God has touched somebody, there is deliverance. ഈ തൊട്ടോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടോണ്ടാ ഈ കിടന്ന് കുലുക്കുന്ന മുഴുവൻ. Why do people manifest this? സ്തോത്ര ജയം. But people do operate like that. After praying, they want people to see. They want, to test. But you do one. ഒരു കാര്യം മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവം തൊട്ടാൽ അത് വിടുതല. The matter is, if God has really touched you, it will be. എഴുന്നേക്കാൻ പറഞ്ഞു, പത്രോസ് എഴുന്നേറ്റു. Get up, Peter said, and he got up. എന്റെ കൂടെ പോരാൻ പറഞ്ഞു, പത്രോസ് ഇങ്ങ് പോരുന്നു. Told Peter to come, he went with us. ഒരു നിമിഷം നിൽക്കണമെന്നും പറഞ്ഞ് കാലിലെ ചെങ്ങല അഴിഞ്ഞോ കയ്യേലെ ചെങ്ങല അഴിഞ്ഞോ എന്നൊന്നും തിരിഞ്ഞു നോക്കി കുലിക്ക് നിന്നില്ല. Peter did not wait to see if those things had gone. ദൈവമക്കളെ, തൊട്ട് ഞാൻ ഒരു ദൂത് പറയട്ടെ. Let me tell you a word. അഭിഷക്തന്മാരെ ഈ ദേശത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നത്. If anointed people are kept in this land, ഈ ദൈവദാസനെ ഈ സഭയുടെ ചുമതലയ്ക്കായി ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, God has kept this man of God in this church. നിങ്ങളെ ഭരിക്കാൻ മാത്രമല്ല, Not only to rule over you. ഈ കയ്യിലൂടെ ഒരു ആത്മശക്തിയുടെ പ്രവൃത്തി വെളിപ്പെടുത്താനാ. ഈ കരത്തിൽ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ഒരു വിരല് നിങ്ങളുടെ ദേഹത്ത് തൊട്ടാൽ ചങ്ങല അഴിയും. According to the anointing of the Lord, if this hand touches somebody, പിന്നെ സംശയിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. You don't have to worry about it. തൊട്ടത് അഭിഷക്ത ദൈവദാസന്മാരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, if you think an anointed man of God has touched you, അഭിഷക്ത ദൈവദാസന്മാരെ അനോയിന്റ് ചെയ്ത് ദൈവം ഞങ്ങളുടെ വിടുതലിനായിട്ട് ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ, if you are sure about the man of God and his anointing, വാക്ക് നിങ്ങൾ കേൾക്കും. You will hear the rest. എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേറ്റു. He told you to get up, you took good up. കൂടെ പോരാൻ പറഞ്ഞു, പോരുന്നു. Come with me, you came. ദൂതൻ മുൻപിൽ, പത്രോസ് പിൻപിൽ. The angel in front, Peter behind. വാതിലെല്ലാം സ്വതവേ അങ്ങ് തുറന്നു. The doors open automatically. സ്വതവേ തുറന്നു. It opened automatically. എന്താ കാരണം? Why? തുറക്കുവാൻ കഴിവുള്ളവൻ മുൻപേ പോയതുകൊണ്ടാ. The one in front is capable of opening doors. ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവന്റെ പിൻപിൽ നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, അടഞ്ഞു കിടക്കുന്നത് തലമുറയുടെ ഭാവിയുടെ വാതിലാണെങ്കിലും, അടഞ്ഞു കിടക്കുന്നത് കടഭാരത്തിന്റെ വാതിലാണെങ്കിലും, അടഞ്ഞു കിടക്കുന്നത് ആരോഗ്യത്തിനെതിരെയുള്ള വാതിലാണെങ്കിലും, മുൻപേ പോകുന്നവന്റെ മുൻപാകെ അടഞ്ഞു കിടക്കുവാൻ കഴിവുള്ള ഒരു വാതിലുമില്ല. നിന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം. Hallelujah. If you are ready to follow godly leadership, godly leader in faith, God is ready to do things for you. അങ്ങനെയെങ്കിൽ ദൂതനെ മുൻപിൽ വിടുവാൻ നാം തയ്യാറാവണം. We should be able to send the angel in front of us. നമ്മൾ അതുകൊണ്ട് 60-ാം സങ്കീർത്തനം വായിക്കും, ദൈവമേ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കരം നീട്ടി ഞങ്ങളെ. In Psalm 60, so that you may release those whom you love, let your right hand be released. ഈ ഷിജു പാഷക്ക് കണ്ണിന് കാഴ്ച ഇല്ലെന്നിരിക്കട്ടെ, Supposing Pastor Shiju has no eyesight, മുൻപോട്ട് പോകണം. he
He has to go forward. എന്നോട് പറഞ്ഞു പാസ്റ്റർ മുൻപോട്ടൊന്ന് I said, കൊണ്ടുപോകാമോ? Pastor, please go forward. ഞാൻ ഒരിക്കലും ഇങ്ങനെ പിടിച്ചോണ്ട് പോകത്തില്ല. I'll never take him like this. ഞാൻ എപ്പോഴും ഒരാളെ ലീഡ് ചെയ്യുന്നത് ആ വലങ്കരം കൊണ്ട് ഈ കരത്തിൽ പിടിച്ചോണ്ടാ. It's always with the right hand that I lead a person. അങ്ങനെങ്കിൽ മുൻപിൽ പോകുന്നത് ആരാ? So who is going in front? നടത്തുന്നവനാ. The one who goes front. മുൻപിൽ പോകുന്നത് നടത്തുന്നവനാ. The one. നടത്തുന്നവന്റെ പിൻഭാഗെ വന്നാൽ മതി, മുൻപേ പോകുന്നവൻ സകല വാതിലും നിനക്ക് വേണ്ടി തുറന്നു തരുമെന്ന്. Hallelujah. That's a confirmation of a word. Praise the Lord. ആദ്യത്തെ ദിവസം പറഞ്ഞു ദൂത. Praise the Lord. Hallelujah. മുൻപേ പോകുന്നവന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് അവന്റെ പാത പിൻപറ്റി വചനപ്രകാരം നീ നടക്കുവാൻ, അവന്റെ പിൻഭാഗം നടക്കുവാൻ, വചന ക്രമീകരണത്തിൽ നിന്നുകൊണ്ട് നടക്കുവാൻ നിന്റെ മുൻപാകെ ഒരു വാതിൽ അടഞ്ഞു കിടക്കുവാൻ മുൻപേ പോകുന്നവൻ സമ്മതിക്കുകയില്ല. Hallelujah. If you really follow Jesus Christ as the way he wants you to follow him, nothing will stand against you. Very simple. നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുകയാണ്. When you open a step in godly submission, the doors will open. ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ, പട്ടണത്തിന് പുറത്തു പോകുന്ന ഇരുമ്പ് വാതിലും സ്വതവേ തുറന്നു. Every door will automatically open. ഇന്ന് രാത്രി ആ സ്വതവേ എന്നുള്ള, ഇന്ന് പകൽ ആ സ്വതവേ എന്നുള്ളവന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ തയ്യാറാണോ? If you take the Bible and really write down that word by itself, എന്നിട്ട് അതൊന്ന് ആവർത്തിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് ചെല്ല്. രാവിലെ കണ്ടിട്ട് വന്ന ചില സ്വതവേ നിന്റെ മുൻപിൽ നിന്നും മാറുവാൻ പോകുകയാ. ചില തടസ്സത്തിന്റെ വാതിൽ സ്വതവേ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുകയാ. some of the things are going to open automatically, provided you follow the Lord as he wants you to follow him. പുറത്തു വന്നു. Came out. ദൂതന്റെ വഴിക്ക് പോയി. The angel went his way. പത്രോസ് നേരെ ആരാധന നടന്ന സ്ഥലത്തേക്ക് പോയി. Peter went to the place of worship. കതവിന് കൊട്ടി. He knocked at the door. അകത്ത് ഭയങ്കര ആരാധന നടക്കുക. Big worship going on. പുറത്ത് നിന്ന് പത്രോസ് കൊട്ടുകയാ. Peter is outside knocking. നിങ്ങൾ ശ്രദ്ധിച്ചേ, അകത്ത് തകർപ്പൻ ആരാധന നടക്കുന്നു. There's a big worship going on. വിടുതൽ വാതൊക്കെ നിന്ന് കൊട്ടുന്നു. Deliverance is standing outside and knocking. എത്ര പേർക്ക് മനസ്സിലായി? How many people understood? വിടുതൽ വാതൊക്കെ നിന്ന് കൊട്ടുമ്പോഴും അകത്ത് തകർപ്പൻ ആരാധന. It's a big worship going on even when deliverance is outside. സ്നേഹത്തോടെ പറയട്ടെ, Let me tell you with love. ആ കൊട്ട് കേൾക്കാൻ ഒരു പെൺകുഞ്ഞിന്റെ കാത് ഒരുങ്ങിയിരുന്നു. A young girl had an ear that could listen to അവൾ this കൊട്ട് knock. കേട്ടപ്പോൾ ഓടി വന്ന്, അവൾ ആരാധിക്കുന്നുണ്ടെങ്കിലും അവക്കറിയാം മറുപടി താമസിക്കാതെ പുറത്തു വരുമെന്ന്. Even when she worshipped, she knew the deliverance will come. അവൾ ഓടി വന്ന് കതവ് തുറന്നില്ല, അതൊരു കൃപയാ. She did not immediately come and open the door. That അവളെ act comes ജനലിൽ from കൂടെ grace. നോക്കിയപ്പോൾ പത്രോസ് വെളിയിൽ നിൽക്കുന്നു. When she looked through the window, she saw Peter. അവളെ സന്തോഷത്തോടെ ഓടി വന്ന് ആരാധിച്ചു അച്ഛന്മാരോട് പറഞ്ഞു, അപ്പച്ചന്മാരെ ഒന്ന് നിർത്തിക്കേ. എന്താ നീ വല്ല ദർശനം കണ്ടോ? ഇപ്പൊ അങ്ങനെ. Hallelujah. Please stop the worship. I need to tell you something. കാര്യം എന്താ? അതുകൊണ്ട് വാതുക്കൽ നമ്മൾ പ്രാർത്ഥിച്ച ആരാധിച്ച അതിന്റെ മറുപടി നിൽക്കുന്നെന്ന് പറഞ്ഞു. There the answer to our prayer and worship is outside. അവർ ആ കൊച്ചിനെ ശാസിച്ച് അവിടെ ഇരുത്തി. They rebuked that child and asked him. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. Children of God, let me tell you something. ഈ കാലഘട്ടത്തിൽ In this time, സഭയ്ക്കകത്ത് inside the church, പ്രായമുള്ളവർ കാണാത്ത ചില ദർശനം what the old people will not see, യുവജനങ്ങൾ കാണുവാൻ പോകുകയാ. the younger generation നമ്മുടെ will come. തലമുറ കാണുവാൻ പോകുകയാ. They're going to നമ്മുടെ see. കുടുംബത്തിന്റെ അകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ചിലത് നമ്മുടെ തലമുറ കാണുവാൻ പോകുകയാ. Our children will see what some of our നമ്മൾ വർഷങ്ങളായി ആരാധിച്ചിട്ട് പ്രാപിക്കാൻ കഴിയാതെ നമ്മുടെ തലമുറ ഈ കാലഘട്ടത്തിൽ പ്രാപിക്കുവാൻ പോകുകയാ. അത് കാണുവാൻ കഴിയില്ല. ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രായമുള്ളവർ തയ്യാറാകട്ടെ. Our children are going to see things in the spirit which some of us are not able to see. Hand over your children to God. തലമുറ ദർശനം കാണുമ്പോൾ, When the younger generation sees തലമുറ ദൂത് വിളിച്ചു പറയുമ്പോൾ, when the young generation വിളിച്ചു പറയുമ്പോൾ, young people speak out, അത് നിങ്ങളെ സ്വീകരിക്കാൻ പോകുകയാണ്. don't push them down. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളെ തലമുറകളെ ദൈവം ഉയർത്തുവാൻ പോകുന്നതിന്റെ അടയാളമാ. ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. God is going to raise up our children. The fact that they speak is a sign that God is going to lift them up. Praise the Lord. Praise the Lord. അവർ ഭയങ്കര ആരാധനയാ. It's a big worship going on there. വിടുതൽ വാതുക്കൽ. But the deliverance is on the knocking at the door. വിടുതൽ വാതുക്കൽ നിന്ന് കൊട്ടുമ്പോഴും ആരാധിക്കുന്നവൻ പറയുന്നത് ഭൂതമാണെന്നാ. The one who is worshipping, when he hears about it, he says, that's a demon.
ക്ഷമിക്കണേ, എൻ്റെ പ്രസംഗ ഭാഷയെ ഞാനങ്ങ് പറയുക. Forgive me. ശിശു ഭാഷ ഉള്ള സ്നേഹബന്ധത്തിലാണ് പറയുന്നത്. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് 21-ാം ദിവസം ഇറങ്ങിപ്പോകുമ്പോൾ നിന്റെ വിടുതലിനെ ഭൂതമെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. Hallelujah. Even after 21 days, don't say it is a demon after your 21 days fasting. ഒരു പക്ഷേ 1-ാം ദിവസമേ നിന്റെ മറുപടി വാതിൽക്കൽ നിന്ന് കൊട്ടുവായിരിക്കാം. The first day your deliverance is at the door knocking. ഒരു പക്ഷേ 5-ാം ദിവസം നിന്റെ മറുപടി കൊട്ടുവായിരിക്കാം. And the 5th day the deliverance is there. ഒന്നുകൂടെ ഇറങ്ങി പറയാം. Let me go. ഓരോ ദിവസം നീ പ്രാർത്ഥന ചെയ്യുമ്പോൾ വിശ്വാസം കണ്ടുകൊണ്ട് വിടുതൽ കാണുവാൻ, മറുപടി കാണുവാൻ തയ്യാറാകണം. On the 5th day, on the 6th day, your deliverance is coming closer. See it with the eyes of faith and believe and pray. നീ ആരാധിക്കാൻ മുട്ടുമടക്കുമ്പോൾ എന്റെ മറുപടി വാതിൽക്കലുണ്ടെന്ന് തിരിച്ചറിയണം. When you begin to worship, know your answer is at the door. 21 ദിവസം 14 ദിവസം ഞാൻ വെറുതെയല്ല ഇരിക്കുന്നത്. ഓരോ സെക്ഷനും പ്രാർത്ഥന കഴിയുമ്പോൾ എന്റെ മറുപടി വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. Every time you pray, the answer is knocking at the door. Praise the Lord. Praise the Lord. അവര് വന്ന് വാതിൽ തുറന്നു. പത്രോസ് അകത്ത് കയറ്റി സ്വീകരണമൊക്കെ കൊടുത്ത് ആരാധന പകുതിയായ സമയമാ, സാക്ഷ്യത്തിന്റെ സമയമായിരുന്നു. മൈക്കൊക്കെ പത്രോസിന്റെ കൈ കൊടുത്തു. They gave the mic to Peter. സാക്ഷ്യം പറയാൻ പറഞ്ഞു. He said, "Come on, Peter, tell your testimony." എന്ത് സന്തോഷമാ സഭയ്ക്കകത്ത്. They're so happy in the church. വിടുതൽ പ്രാപിച്ചവന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ. When you listen to the testimony of a man who has been delivered, the church is so happy. അമേരിക്കയിൽ നിന്ന് വന്നവിടെ സാക്ഷ്യമല്ല, സഭയ്ക്കകത്ത് വിടുതൽ പ്രാപിച്ചവന്റെ സാക്ഷ്യം. Praise the Lord. Praise the Lord. Hallelujah. മനസ്സിലായില്ല. Hallelujah. ആ വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. Hallelujah. ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുമ്പോഴല്ലേ ഒരു സന്തോഷം. Aren't you happy to hear with your own ears the answer to our prayer we have been praying? പത്രോസ് അവിടെ നിന്നൊരു സാക്ഷ്യം പറഞ്ഞു. Peter said something like this. ദൈവം പിടിപ്പിച്ച വിടുതൽ. The way God is delivered. സഭ ഒന്നിച്ച് ആരാധിച്ചു. The church prayed together. ദൈവത്തിന് മഹത്വം കൊടുത്തു. Gave glory to God. പത്രോസ് അവിടെ നിന്നും പോയി. Peter went away from there. പത്രോസ് അവിടെ നിൽക്കുമ്പോൾ, When Peter was standing there, സാക്ഷ്യം പറയുമ്പോൾ, when he was testifying, ആ സഭയിലെ ഒരു അച്ചായനെ കാരാഗ്രഹത്തിലേക്ക് വിട്ടേ. send a person in that church to കാരാഗ്രഹത്തിന്റെ അകത്തോട്ട് ആൾക്കാരെ കൊണ്ടിടുമ്പോൾ അവരുടെ പേര് എഴുതുന്ന ഒരു പുസ്തകമുണ്ടല്ലോ. There is a register in the prison. ആരെ കാരാഗ്രഹത്തിൽ ഇട്ടാലും അഡ്രസ് മുഴുവൻ എഴുതിയല്ലേ അകത്തോട്ട് ഇടത്തുള്ളൂ. Whoever is put in a prison, the entire address will be ആ set. പുസ്തകം ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞേ. Tell them to open that register. ആ പുസ്തകത്തിൽ ആരുടെ പേരുണ്ട്? Whose name is there? പത്രോസിന്റെ പേരുണ്ടല്ലോ. The name of Peter ഇന്നലെ should be രാത്രി there. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ എഴുതിയിട്ട പേര് ആ രജിസ്റ്ററിൽ ഉണ്ട്. അങ്ങനെങ്കിൽ ഈ രജിസ്റ്റർ പ്രകാരം പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുവാണല്ലോ. According to the register, Peter is there. പക്ഷെ പത്രോസ് ഇപ്പൊ എവിടാ നിൽക്കുന്നത്? But where is Peter now? പത്രോസ് എവിടാ നിൽക്കുന്നത്? Where is Peter now? കാരാഗ്രഹത്തിന് പുറത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ. Outside the prison with those who are praying. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? How many people understand? നിനക്കെതിരെ സമൂഹം വിധി എഴുതിയിട്ടാലും, വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ടാലും, ഈ ലോകത്തിന്റെ കോടതി വിധി എഴുതിയിട്ടാലും അത് വെട്ടിത്തിരുത്താതെ പുറത്തു കൊണ്ടുവരുന്നവനാ ഞാൻ ആരാധിക്കുന്ന എന്റെ സ്വർഗത്തിലെ കർത്താവ്. My God, in spite of all the sentences against you, is able to deliver you. രേഖ നോക്കി നീ ഭാരപ്പെടണ്ട. Don't worry about the രേഖ register. വായിച്ച് നീ ഭാരപ്പെടണ്ട. Don't read it and get ഈ burdened. രേഖയ്ക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു കരം എനിക്ക് വേണ്ടി ഇന്ന് പകൽ ഇറങ്ങി വരികയാ. ആ കരത്തെ മടക്കുവാൻ ആർക്കും കഴിയില്ല. There is a hand that is able to help me beyond everything that man and devil can do against you. ഒരൊറ്റ വാക്കൂടെ പറഞ്ഞെന്ന് പകൽ ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. One more word and I'll stop. പത്രോസ് അവിടെ നിന്നും പോയി. Peter went away from there. ഞങ്ങൾ ദൈവദാസന്മാർക്ക് ഒത്തിരി സങ്കടമുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, There's one thing we servants of God are not happy about. ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഉപവാസം ഇരുന്ന് ദിവസങ്ങളോളം പ്രാർത്ഥിക്കാറുണ്ട്. We pray for servants of God, for children of God. പക്ഷെ ദൈവം വിടുതൽ കൊടുത്താൽ നാട്ടുകാർ പറഞ്ഞാ ഞങ്ങൾ അറിയുന്നത്. Not in this church, but most churches, it is through the people that we come to know that people have been delivered. ദൈവമക്കൾ തിരിച്ചറിയണം, Children of God must know. ജീവിതത്തിൽ ദൈവം നൽകുന്ന വിടുതൽ ആദ്യം അറിയേണ്ടത് പ്രാർത്ഥിച്ച സ്വന്തം സഭയാ. The church must know how you have been released. Praise the Lord. Praise the Lord. പ്രാർത്ഥിച്ച സ്വന്തം പാസ്റ്ററും സ്വന്തം സഭയും അറിഞ്ഞിട്ടും മതി നാട്ടുകാരറിയുന്നത്. The church, your pastor must know, your church must know, and then the rest of the world. ഇത് അവിടെ ഇവിടെ എല്ലാ ഫോൺ കോൾ പോയി 59-ാം ദിവസം ആ പാസ്റ്റർ അറിയുന്ന നമ്മുടെ സഹോദരൻ വിടുതൽ കിട്ടിയത്. Hallelujah. After all the phone calls, the poor pastor comes to know on the ഇല്ല 15th day. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്ക് നാം മടങ്ങി വരണം. Hallelujah. We must come to പത്രോസ് relationship. വിടുതൽ പ്രാപിച്ചപ്പോൾ ആദ്യം പോയത്
പ്രാർത്ഥിച്ച സഭയുടെ ഇടയിലേക്ക്. When Peter was released, he went to the church first. അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വിടുതൽ ആദ്യം അറിഞ്ഞത് പ്രാർത്ഥിച്ച സഭയാ. It is the church that came to know of his ഈ deliverance. ദിവസങ്ങളിൽ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ നമ്മുടെ പ്രവൃത്തി കാരണമാവണം. Let our deeds glorify our God. പത്രോസ് അവിടെ നിന്നും പോയി. Peter went from there. നാം വായിച്ചു, ദൂതന്റെ വഴിക്ക് പോയെന്നാ പുറത്തു വന്നപ്പോൾ. It says the angel went his way. പക്ഷെ ദൂതൻ നേരെ കൊട്ടാരത്തിലേക്കാ പോയത്. The angel straight away went to the palace. രാജാവ് നല്ല ഡ്രസ്സും ഇട്ടുകൊണ്ടിരിക്കുകയാ. So Herod was sitting with a good dress. പക്ഷേ ദൂതൻ അനുവാദം ഒന്നും മേടിക്കാൻ പോയില്ല. The angel did not get any permission. നേരെ കയറി ചെന്ന് He went straight away. ആ ഇരുന്ന രാജാവിനോട് ഒറ്റ അടി കൊടുത്തു. He gave one slap to the king. ഒരൊറ്റ അടിക്ക് അവൻ താഴെ വീണു. In one slap he was destroyed. ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു. Yes, he gave up his life. വളരെ ശ്രദ്ധിച്ചോണേ, അടുത്ത് ഞാൻ പറയുന്ന കാര്യം. Listen carefully. ഇതേ ദൂതനല്ലേ കാരാഗ്രഹത്തിൽ ഇറങ്ങിയത്? Isn't it the same angel that went to the prison? അതേ ദൂതനല്ലേ കൊട്ടാരത്തിൽ വന്നത്? The same angel came to the palace. ഈ ദൂതൻ കാരാഗ്രഹത്തിൽ പത്രോസിനെ എന്താ ചെയ്തേ? What did he do to Peter in the jail? വിലാപ്പുറത്ത് തട്ടി. He just gently touched him. എന്നാൽ ഇതേ ദൂതൻ കൊട്ടാരത്തിൽ രാജാവിനെ അടിച്ചു. He is the same angel beat the king ഈ in the ഉച്ചയ്ക്ക് ഒരു palace. ദൂത് പറഞ്ഞ് ഞാൻ ഇരിക്കട്ടെ. Let me give you a word. എന്റെ ദൂതന് തലോടാനും അറിയാം, എന്റെ ദൂതൻ അടിക്കാനും അറിയാം. Hallelujah. My angel knows how to take care of you. He also knows how to destroy you. അവൻ എന്നും തലോടുന്ന ദൈവമല്ല, അവന്റെ കരം ചിലപ്പം അടിയായി മാറുകയും ചെയ്യും. He need not always be on your side. He can even take you down. 12:23 ഇങ്ങനെ വായിക്കുന്നു, അവൻ അഥവാ ഹേരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായിക കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചു. Because Herod did not glorify God, the angels beat him down. മറുസൈഡ് ഞാൻ എന്റെ ഭാവനയിൽ പറയാം, ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, നടത്തിയ വഴികളെ ഓർത്ത്, കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്കാമെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരം തലോടലായിട്ടും മാറും. ഇല്ല എങ്കിൽ അത് അടിയായിട്ടും മാറും. If you don't give glory to the God who brought you thus far, he can beat you down. If you give him glory and praise him, he'll continue to favor you. അവൻ എന്നും തലോടുന്ന ദൈവമല്ല, He is not a God who always favors you. അവൻ അടിക്കുന്ന ദൈവം കൂടാ. He is also a punishing God. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇരുന്നാൽ, If you do not give glory to God, അങ്ങനെയെങ്കിൽ എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. let me come back to my യഹോവയുടെ കരം, the hand of the Lord. അത് തലോടാൻ നീട്ടിയാലും അടിക്കാൻ നീട്ടിയാലും ആർക്കും മടക്കുവാൻ കഴിയുകയില്ല. Whether it is to beat, Praise the Lord. if God Praise has the Lord. decided to slap some people, Praise the nobody Lord. can stop it. യഹോവയുടെ കരം തലോടാൻ നീട്ടിയാലും മടക്കാൻ ആർക്കും കഴിയത്തില്ല. മഹത്വം കൊടുക്കാത്ത നിന്നെ അടിക്കുവാൻ ആ കരം നീട്ടിയാൽ അതിനെ മടക്കുവാനും ആർക്കും കഴിയുകയില്ല. Hallelujah. We are praying for some people. യേശുവിന്റെ നാമത്തിൽ Hallelujah. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നത്, Yes. This message is coming to the church. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇന്ന് പകൽ ദൈവസഭയോട് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നത്, This is coming to the church. കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഒരു മീറ്റിംഗിന് വന്നപ്പോൾ ഞാൻ ഒരു ആലോചന പറഞ്ഞു. I told you something when I came. Yes. മറക്കരുത്. You can repeat that. Praise the Lord. You know that, so I'm not going to repeat it. Okay? Praise the Lord. ദൈവാത്മാവ് ഒരു ആലോചന പറഞ്ഞാൽ അതൊരിക്കലും പാഴായി If the പോകത്തില്ല. Holy Spirit says a word, it will never go astray. Praise the Lord. Praise the Lord. ആ ഒരു പ്രത്യേക സ്ഥലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആസ്വാദം പറഞ്ഞപ്പോൾ ഞാൻ ദേവദാസനോട് ഒരു ദൂത് പറഞ്ഞതാ. Now I remember. Oh, Praise the Lord. സംഭവിച്ചു. ദൈവത്തിന്റെ ആലോചന ഒരിക്കലും പാഴായി പോകത്തില്ല. God's counsel will never go അത് astray. തലോടാൻ നീട്ടിയാലും അടിക്കുവാൻ നീട്ടിയാലും, Whether it is to punish you, whether it is to touch ഇന്ന് you, പകൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. you can choose what you want. എന്റെ കുടുംബത്തിലെ യഹോവയുടെ കരം തലോടാൻ വേണമോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Do you want the favor of God or do you want the punishment of God? യഹോവയ്ക്ക് മഹത്വം കൊടുത്താൽ യഹോവയുടെ കരം തലോടലായിട്ട് മാറും. If you give glory to God, then it becomes favor. ഈ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴും വെറുതെ വന്നു പോകുന്നവരായിട്ട് പോകാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനുമാ പദ്ധതിയെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയാം, യഹോവയുടെ കരം തലോടലല്ല, അത് ഭാരമായിട്ട് മാറും. If you are taking this 21-day fasting as a joke and don't give glory to God, God forbid, I don't want to say that. വാക്കുകൾക്കിവിടെ വിരാമം കുറിക്കട്ടെ. Let me stop. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, The Lord of hosts has declared. അതും ദുർബലമാക്കുന്നവനാര്?
Who can stop it? എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്? How many people are sure today? എന്നെ പറ്റിയുള്ള ദൈവിക ഉദ്ദേശത്തെ ദുർബലമാക്കുവാൻ ആർക്കും Nobody കഴിയില്ല. can stop the plan of God. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി നീട്ടിയ കരത്തെ മടക്കുവാൻ ആർക്കും കഴിയില്ല. Nobody can stop the prayer which I am putting. 1000 കരങ്ങൾ എനിക്കെതിരെ എഴുന്നേറ്റാലും എന്റെ നേരെ ആണ്ട് മുഴുവൻ 1000 കരം ചൂണ്ടിയാലും പ്രവർത്തിക്കുന്ന സ്വർഗ്ഗത്തിലെ കരം എനിക്ക് വേണ്ടി ഇന്ന് God is coming down today to help me. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? How many people believe that? എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? How many people believe that? ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. Can we stand up in the presence of